കാര്യങ്ങൾ പഠിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 91 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിക്കാമെങ്കിൽ അനുഗ്രഹമായിരിക്കും. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഓക്കെ, നമ്മള് കുഞ്ഞുനാൾ മുതല് നമ്മൾ ധാരാളം ഈ 91 സങ്കീർത്തനം വീടുകളിലൊക്കെ നമ്മൾ വായിക്കുന്നതും വായിച്ചു കേൾക്കുന്നതും അനേകർക്കും കാണാതെ അറിയാവുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. പക്ഷെ ഞാൻ ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ മാത്രമല്ല നിത്യത വരെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ നമുക്ക് ഈ ഭാഗങ്ങൾ അല്പമായി പഠിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബൈബിള് പറയുന്നത്, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ഉന്നതൻ എന്നല്ല കൊടുത്തിരിക്കുന്നത്, അത്യുന്നതൻ എന്ന പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. ദൈവമക്കളെ, ഈ ലോകത്ത് ഉന്നതന്മാർ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, MLA മാര്, MP മാര്, കളക്ടർമാര്, അതുപോലെ IAS IPS പദവികൾ വഹിക്കുന്ന അങ്ങനെ ഒത്തിരി ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഈ ലോകത്ത് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു ഉന്നതനല്ല, മറിച്ച് അത്യുന്നതനാണ്. എന്ന് വെച്ചാൽ ബൈബിളിൽ ഇങ്ങനെ വാക്യമുണ്ടല്ലോ, ഉന്നതനു മേലൊരു ഉന്നതനും അതിനുമേൽ അത്യുന്നതനും ജാഗരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന കർത്താവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, കർത്താവ് വെറും ഒരു ഉന്നതൻ മാത്രമല്ല, മറിച്ച് അത്യുന്നതൻ ആണ്. സ്തോത്രം. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ടനായ മന്ത്രി ഒരു വലിയ വിധി എഴുതി രാജമോതിരം കൊണ്ട് മുദ്ര വെച്ചു. സകല യഹൂദ ജനങ്ങളെ കൊന്നൊടുക്കാനായിരുന്നു അത്. പക്ഷേ സ്തോത്രം, ഈ അഹശ്വേരോശ് രാജാവിനേക്കാളും അത്യുന്നതനായ ഒരു ദൈവം നമുക്ക് കൂടെയുണ്ട് എന്ന് എസ്തേറിനും മൊർദെഖായിക്കും മനസ്സിലായപ്പോഴാണ് അവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചത്. അവർ 3 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു മുട്ടുകുത്തിയ ശേഷം തിരിച്ചു ചെന്നപ്പോൾ രാജാവ് എഴുതി, രാജമോതിരം കൊണ്ട് മുദ്ര വെച്ച വിധികൾ ദൈവം, ഈ അത്യുന്നതനായ ദൈവം തിരുത്തി എഴുതിയതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. സ്തോത്രം. നമ്മള് വിശുദ്ധ ബൈബിള് പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ദാനിയേലിന്റെ കാലത്ത് ദുഷ്ടന്മാർ ദാനിയേലിനെ തീർക്കുവാൻ വേണ്ടിയിട്ട് ആരും ഇനി മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല, കുറച്ചു കാലത്തേക്ക് രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ദാനിയേലിന് കൊടുക്കാനായിട്ടൊരു കള്ളവിധി ഒപ്പിച്ചു കൊണ്ടുവന്നു. പക്ഷെ നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു, രേഖ വിരുദ്ധമായി എഴുതി വെച്ചിട്ടും താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സിംഹക്കുഴിയിൽ വീഴേണ്ടി വരുമെന്ന് ദാനിയേൽ അറിഞ്ഞിട്ടും തന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ തന്നെ താൻ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തൽഫലമായിട്ട് ദാനിയേലിനെ പിടിച്ച് സിംഹക്കൂട്ടിലിട്ടു. പക്ഷെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയേലിനെ തള്ളുമ്പോൾ ആ ദുഷ്ടമനുഷ്യർക്ക് അറിയില്ലായിരുന്നു, സിംഹക്കൂട്ടിൽ എറിഞ്ഞാലും അവിടെയും ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിവുള്ള അത്യുന്നതനായ ഒരു ദൈവത്തെയാണ് ദാനിയേൽ സേവിക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് സിംഹങ്ങളുടെ വായി അടഞ്ഞുപോയത്. ഞാൻ 2 കാര്യം നിങ്ങളോട് പറഞ്ഞു. അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് ദുഷ്ടനായ ഹാമാൻ മൊർദെഖായിക്കും യഹൂദ വംശത്തിനുമെതിരെ കഴുമരവും വിധിയും വെച്ചിട്ടും ആ കഴുമരത്തിന്മേൽ ഹാമാൻ തന്നെ തൂങ്ങിയതിന്റെ കാരണം, ഹാമാൻ അറിയാവുന്ന ഉന്നതൻ രാജാവായിരുന്നെങ്കിൽ സ്തോത്രം യഹൂദ വംശത്തിന് അത്യുന്നതനെ അറിയാമായിരുന്നു. അത് സർവശക്തനായ നമ്മുടെ രക്ഷിതാവായ ദൈവമാണ്. അതുകൊണ്ട് ഇവിടെ ഈ 91 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഉന്നതന്റെ മറവിൽ എന്നല്ല, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും എന്ന പദത്തോടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഓരോരുത്തരും അറിയുക, നമ്മൾ വെറും ഒരു ഉന്നതന്റെ കീഴിലല്ല ഇരിക്കുന്നത്, അത്യുന്നതന്റെ കീഴിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ട് ഒരു സാക്ഷ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ വചനങ്ങളെല്ലാം സാക്ഷ്യങ്ങളോട് ചേർത്ത് പറയുന്നത് വേഗം നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് കൂടിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളുകളിലൊക്കെ ദൈവവചനം കേൾക്കുന്ന സമയത്ത് ദൈവദാസന്മാർ അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വചനത്തെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഓരോ വചനങ്ങളിലും അനുഭവങ്ങൾ ചേർത്താണ് ഞാൻ ശുശ്രൂഷിക്കാറുള്ളത്. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ കാലങ്ങളിൽ ഉപമകളായി സംസാരിച്ചതും ജനങ്ങൾക്ക് വേഗം മനസ്സിലാക്കേണ്ടതിനായിരുന്നു. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്നെ കേട്ടിട്ടുള്ള ഒരു ടെസ്റ്റിമണിയാണ്, ഒരു ദൈവദാസന്റെ മെസ്സേജിലാണ് ഞാനത് കേട്ടത്. അമേരിക്കയില് ഒരു കൺവെൻഷൻ നടക്കുന്ന വേദിയിൽ ഒരു സ്തോത്രം ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിലേക്ക് ഒരു അമ്മ ഓടിക്കേറി വന്നിട്ട്
നിർത്തടോ നിങ്ങളുടെ പ്രസംഗം എന്ന് പറഞ്ഞു. അന്നേരം സ്തോത്ര ദൈവാസൻ ചോദിച്ചു, എന്ത് പറ്റിയമ്മ, ഞാൻ എന്തിനാണ് പ്രസംഗം നിർത്തേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം സ്തോത്രം അമ്മ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിച്ചില്ലേ നിങ്ങളുടെ ദൈവം അത്യുന്നതനാണെന്നും സർവശക്തനാണെന്നും ഒക്കെ, സത്യമായിട്ടും അങ്ങനെയാണോ? എനിക്കൊരു മകനുണ്ട്, ഒരേ ഒരു മകനാണ്. അടുത്ത 2 മണിക്കൂർ കഴിയുമ്പോൾ അമേരിക്കൻ കോർട്ട് അമേരിക്കൻ വധയന്ത്രമാകുന്ന ഇലക്ട്രിക്കൽ കസേരയിൽ ഇരുത്തി അവനെ കരിച്ചു കൊല്ലുവാൻ പോവുകയാണ്. ഇന്നലെ അവസാനമായി എന്റെ മകനെ കാണുവാനായി ഞാൻ ചെന്നിരുന്നു. എന്റെ മകൻ കെട്ടിപ്പിടിച്ചെന്നോട്, അമ്മ, ഞാൻ സത്യമായും തെറ്റ് ചെയ്തിട്ടില്ല, കള്ളക്കേസിൽ എന്നെ കുടുക്കിയതാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു അമ്മ, അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം, ഇനി നമ്മൾ ഒരിക്കലും കാണുകയില്ല എന്ന് എന്റെ മകൻ ഇന്നലെ അവസാനമായി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനി 2 മണിക്കൂർ കൂടിയേ മുൻപിലുള്ളൂ. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. നിങ്ങൾ പ്രസംഗിച്ച ഈ അത്യുന്നതനായ ദൈവം അങ്ങനെ അത്യുന്നതനാണെങ്കിൽ ഈ 2 മണിക്കൂറിനുള്ളിൽ എന്റെ മകനെ രക്ഷിക്കാൻ ഇറങ്ങി വരാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ അമ്മ സ്തോത്രം നിലവിളിക്കാൻ തുടങ്ങി. ആ ദൈവദാസൻ പ്രസംഗം നിർത്തി. ആ ഓഡിറ്റോറിയത്തിലെ ദൈവമക്കളോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ ഓഡിറ്റോറിയത്തിലുള്ള മുഴുവൻ ദൈവമക്കളും ഒരു മനസ്സോടെ ഈ വിഷയത്തെ ദൈവകരങ്ങളിൽ കൂടെ അന്ന് രാത്രി പ്രാർത്ഥിച്ചു. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി. ആ ദൈവദാസൻ അവിടുത്തെ ഒരു ഹോട്ടലിൽ വിശ്രമിച്ചു. രാവിലെ ചായ കുടിക്കുവാനായി അദ്ദേഹം ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോൾ ഒരു പത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, അന്ന് രാവിലെ വന്ന ദിനവൃത്തം. അപ്പൊ ഈ പത്രം അദ്ദേഹം എടുത്തു. അതിന്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കണ്ടു, ഒരു ഫോട്ടോയും വെച്ചിരിക്കുക. ഞെട്ടിപ്പോയി. അമേരിക്കൻ വധയന്ത്രമാകുന്ന ഇലക്ട്രിക്കൽ ചെയറിൽ നിന്ന് 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കവേ ജീവനിലേക്ക് രക്ഷപ്പെട്ട യുവാവ് എന്ന തലക്കെട്ടോടുകൂടി ഒരമ്മയും മകനും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും കൊടുത്തിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ ദൈവദാസൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ അമ്മയല്ലേ ഇന്നലെ യോഗത്തിന് നടുവിൽ ദൈവം അത്യുന്നതനാണോ, വിടുവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വന്നതെന്ന് ആ ദൈവദാസൻ ചിന്തിച്ചുകൊണ്ട് ആ വാർത്ത വായിച്ചപ്പോൾ അദ്ദേഹം അത് കൺഫേം ചെയ്തു. സ്തോത്രം. ആ അമ്മ തന്നെയായിരുന്നു അതെന്ന്. പ്രിയപ്പെട്ടവരെ, അതിൽ എഴുതിയിരുന്ന വാർത്ത, ഇവർ ഈ ഓഡിറ്റോറിയത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ആ സെയിം സമയം യഥാർത്ഥ കുറ്റവാളിയുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. ഈ കൊല നടത്താനിരിക്കുന്ന ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് യഥാർത്ഥ കുറ്റവാളി വിളിച്ചു, നിങ്ങൾ അല്പ മിനിറ്റുകൾ കഴിയുമ്പോൾ കൊല്ലാൻ പോകുന്ന ഒരു നിരപരാധിയാണ്, ഞാനാണ് ആ തെറ്റ് ചെയ്തത്. അപ്പൊ നേരം അവര് പറഞ്ഞു, നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോകണം, കോടതി തെളിവുകളോടെ അയാളെ കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നതാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോവുക, അയാളെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം തെളിവുകളൊക്കെ പറഞ്ഞു. ഇന്ന സ്ഥലത്ത് വെച്ചല്ലേ നിങ്ങൾക്ക് ആ ബോഡി കിട്ടി, ആ ബോഡി സ്തോത്രം നിങ്ങൾ എടുക്കുന്ന സമയം ഇത്ര മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലേ, ഇന്ന വസ്ത്രമല്ലേ ധരിച്ചിരുന്നത്, കൊല്ലുവാൻ ഉപയോഗിച്ച ആയുധങ്ങൾ നിങ്ങൾക്ക് ഇന്ന ഇടത്ത് വെച്ചല്ലേ കിട്ടിയത്, പറയുന്ന കേക്ക്, ഞാനാണത് ചെയ്തത്, ആ തെളിവുകളൊക്കെ കള്ളത്തരത്തിൽ ഞാൻ ചമച്ചതാണ്, നിങ്ങൾ കൊല്ലാൻ പോകുന്ന ഒരു നിരപരാധിയെയാണ്, ഞാൻ അടുത്ത അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അടുക്കൽ എത്തും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അരമണിക്കൂർ തികയുന്നതിന് മുമ്പ് യഥാർത്ഥ കുറ്റവാളി ചെന്ന് സറണ്ടർ ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തലത്തിലുള്ളവരുമായിട്ട് അവർ പെട്ടെന്ന് കണക്റ്റഡ് ആവുകയും ആ ജസ്റ്റ് 2 hours കഴിയുമ്പോൾ നടത്താനിരുന്ന ആ ചെറുപ്പക്കാരന്റെ വധശിക്ഷ സ്റ്റേ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ കുറ്റവാളിയെ സറണ്ടർ ചെയ്തു, അയാളെ അറസ്റ്റ് ചെയ്ത് ആക്കി കഴിഞ്ഞപ്പോൾ അധികാരികൾ ചോദിച്ചു, ഇതുവരെ മറഞ്ഞിരുന്ന താങ്കൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ പുറത്തു വന്നത്, നിങ്ങൾക്ക് നേരത്തെ വന്നുകൂടായിരുന്നോ, ആ പാവത്തിന് എന്തിനാണ് ബുദ്ധിമുട്ടിച്ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇതുവരെയും ഞാൻ രക്ഷപ്പെട്ട സന്തോഷമായിരുന്നു എനിക്കെങ്കിൽ കഴിഞ്ഞ ഒരു 2 മണിക്കൂർ മുമ്പ് മുതൽ ആരോ എന്റെ ഉള്ളത്തിൽ ശക്തമായി ഇടപെടാൻ തുടങ്ങി, നീ മുഖാന്തരം ഒരു നിരപരാധി കൊല്ലപ്പെടരുത്, പോവുക, സറണ്ടർ ചെയ്യുക, ശക്തമായി ആരോ എന്നെ തള്ളുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് അയാൾ പറഞ്ഞു. ന്യൂയോർക്ക് ടൈംസ് എന്നോ എന്തോ പേരുള്ള ഒരു പത്രത്തിൽ ഒരു ദിവസത്തെ ഫ്രണ്ട് പേജിൽ അടിച്ചു വന്ന ഒരു വാർത്തയാണിത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു രാത്രിയിൽ സ്തോത്രം ദൈവമക്കൾ ഒന്നിച്ചു ചേർന്ന് അത്യുന്നതനായ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോൾ സ്തോത്രം ഈ ലോകത്തിൽ ഉന്നതന്മാർ എഴുതി വെച്ച വിധികളെ സ്തോത്രം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് തിരുത്തി മരണം ആമൻ വിധിച്ചിരുന്ന ആ യുവാവിനെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ ഇരിക്കുന്നത് ഒരു ഉന്നതന്റെ നടുവിലല്ല, ഉന്നതനുമേൽ ഉന്നതനായ അത്യുന്നതന്റെ നടുവില. ആ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നിയമങ്ങളെയും നിയമാവലികളെയും പോലും തിരുത്തി എഴുതുവാൻ ഈ ദൈവം സർവശക്തനാണ് എന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. സ്തോത്രം. അടുത്ത പദം ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നേ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആ ദൈവം ആമൻ സർവശക്തൻ ആണ്. സ്തോത്രം. ദൈവമക്കളെ, ഒന്ന് അത്യുന്നതനാണ്,
രണ്ട്, സർവശക്തനാണ്. ഈ ലോകത്തിൽ നമുക്ക് ശക്തന്മാരെ കാണുവാനായി സാധിക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി ശക്തനായ ഒരു ലീഡറാണ്. അമേരിക്കൻ പ്രസിഡന്റ് ശക്തനാണ്. സ്തോത്രം. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ആമൻ പദം അലങ്കരിക്കുന്നവര്, ഈ ലോകത്തിലെ രാജപദവികൾ അലങ്കരിക്കുന്നവര്, മന്ത്രി പദവികൾ അലങ്കരിക്കുന്നവര്, പ്രസിഡന്റൽ പൊസിഷനുകൾ അലങ്കരിക്കുന്നത്, ആമൻ ഇവരാരും മോശക്കാരല്ല, ഇവരെല്ലാം ശക്തരാണ്. സ്തോത്രം. പക്ഷേ ഇവരാരും സർവശക്തരല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ ശക്തന്മാരായ ആളുകൾ ഒരു വാക്ക് പറഞ്ഞാൽ ക്രൂയിസ് മിസൈലുകൾ പായും, ആറ്റം ബോംബുകൾ ഒരു പക്ഷെ വർഷിക്കപ്പെട്ടേക്കാം. സ്തോത്രം. രാജ്യങ്ങളെ പോലും നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ തകർത്ത് തരിപ്പണമാക്കാൻ ശക്തിയുള്ള, സ്തോത്രം, ഇവർ പോലും കൊറോണ വന്ന സമയം നമുക്കറിയാം, സോപ്പിട്ട് കൈ കഴുകി മാസ്ക് വെച്ച് അവരും റൂമിനകത്ത് കയറി കതകടച്ചു. സോപ്പിട്ടാൽ നശിച്ചു പോകുന്ന ഒരു വൈറസിന് മുൻപിൽ ആറ്റം ബോംബ് വർഷിക്കുവാനും രാജ്യങ്ങളെ തകർക്കുവാനും ശേഷിയുള്ള രാജാക്കന്മാരും മന്ത്രിമാരും പോലും, സ്തോത്രം, കൈ കഴുകി അകത്തിരുന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലോകത്തിൽ ശക്തന്മാരുണ്ടെങ്കിലും സർവശക്തൻ ഒരുവനേ ഉള്ളൂ. അത് സകലത്തെ സൃഷ്ടിച്ച ദൈവം മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നാം ഇരിക്കുന്നത് ഒരു ശക്തന്റെ കീഴിലല്ല, സർവശക്തന്റെ കീഴിലാണ്. ഏത് ശക്തന്മാരും ഈ ഭൂമിയിൽ ഒരു ദിവസം മരണപ്പെടും. ബൈബിൾ പറയുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ. സ്തോത്രം. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം, അവൻ സർവശക്തനാണ്. അതുകൊണ്ടാണ് ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അവന് മരണമില്ല, അവൻ നിത്യനാണ്, അവൻ എന്നേക്കും നിലനിൽക്കുന്നവനാണ്. ബൈബിളിൽ വാക്യമുണ്ടല്ലോ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഈ ദൈവത്തിന്റെ വചനം ഒഴിഞ്ഞു പോകാത്തതിന്റെ രഹസ്യവും ഈ ദൈവം സർവശക്തനായതുകൊണ്ട് തന്നെയാണ്. ആ ദൈവത്തെ നമുക്കറിയുവാനും ആ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ നാം അടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഈ സർവശക്തനായ ദൈവത്തിൽ നിന്ന് നിത്യരാജ്യത്തെ ലഭിക്കുമെന്ന്, സ്തോത്രം, നമ്മൾ പ്രത്യാശ വെക്കുന്നു. അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്തായാലും പ്രിയ ദൈവജനമേ, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് സർവശക്തനാണ് എന്ന് പറയുമ്പോൾ, പണ്ട് ക്യാപ്റ്റൻ സാമുവൽ എന്ന് പറയുന്ന പാസ്റ്റർ, അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ കൊല്ലുവാനായി തീരുമാനിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ കൊട്ടേഷൻ കൊടുത്തു. രണ്ട് ഗുണ്ടകളെ അവരതിനു വേണ്ടി അറേഞ്ച് ചെയ്തു, തോക്കുമായിട്ട് പറഞ്ഞയച്ചു. 5 ലക്ഷം രൂപ ആ കാലത്ത് പ്രതിഫലം കൊടുത്തു. ഞാൻ ചിന്തിക്കുന്നു, അന്നത്തെ കാലത്ത്, അതായത് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരേ ഏക്കർ സ്ഥലം കിട്ടുന്ന കാലമാണത്. 5 ലക്ഷം രൂപ കൊടുത്ത് ഇദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് ഈ സുവിശേഷ വിരോധികൾ കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇവര് രണ്ടുപേരും ലോട്ടറി അടിച്ച സന്തോഷത്തോടെ അവരെ ഈ ദൈവദാസൻ പ്രസംഗിക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അവര് അപ്പുറത്തും ഇപ്പുറത്തുമായി വന്നിരുന്നു. എന്നിട്ട് നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇവര് പോക്കറ്റിൽ കൈയിട്ടു, തോക്കെ കയറി പിടിച്ചു. ആ തോക്ക് തിരിച്ചു പോക്കറ്റിൽ നിന്ന് വലിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. രണ്ടുപേരുടെ കൈയും സ്ട്രക്കായി പോയി. ഇപ്പുറം ഇരുന്നവൻ പറഞ്ഞു, അപ്പുറത്തെ ആളോട് പറഞ്ഞു, നീയെ വെടിവെക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അയാൾ പറഞ്ഞു, എന്റെ കൈ ചലിക്കുന്നില്ല, നീയെ വെടിവെക്കാൻ പറഞ്ഞു. അപ്പൊ പാസ് നോക്കിയപ്പോ ഒരാൾ വന്ന്, 2 പേര് വന്ന് കൺവെൻഷൻ നടക്കുന്നതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഒരുവൻ ഇങ്ങനെ വെട്ടിക്കുന്നു, വേറൊരുവൻ പെടലിയിട്ട് ഇങ്ങനെ വെട്ടിക്കുന്നു. പാസിന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് മിനിറ്റുകൾ അവരവിടെ ട്രൈ ചെയ്തു. അവരുടെ കൈക്ക് ചലനമില്ലെന്ന് മനസ്സിലാക്കിയപ്പോ ഇവർ 2 പേരും ആംഗ്യം കാണിച്ചു ഓടാന്ന് പറഞ്ഞു. പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് അവർ ഓടി. അവർ ആ ഓഡിറ്റോറിയം വിട്ട്, ദൈവമക്കളെ ആ കോമ്പൗണ്ട് വിട്ട്, ഗേറ്റ് വിട്ട് വെളിയെ കടന്നതും കൈ ചലിച്ചു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അവർ നേരെ ഈ 5 ലക്ഷം രൂപ കൊട്ടേഷൻ തന്നവരുടെ അടുക്കൽ, സുവിശേഷ വിരോധികളുടെ അടുക്കൽ തിരിച്ചു ചെന്ന് 5 ലക്ഷം തിരിച്ചു കൊടുത്തേച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കെന്നല്ല ആർക്കും ഈ മാർഗത്തെ തകർക്കാൻ കഴിയത്തില്ല, അവരുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ് എന്ന് തീർത്ത് സാക്ഷി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ക്യാപ്റ്റൻ സാമുവൽ പാസ്റ്റർ തന്റെ അനുഭവത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഈ ഭാഗം എടുത്തു പറയുന്നതിന്റെ കാര്യം, ദൈവം അറിയാതെ നമ്മുടെ തലമുടി പോലും താഴ് വീഴുകയില്ല. നമ്മൾ ആരാധിക്കുന്നത് വെറും ഒരു ശക്തനെയല്ല, സർവശക്തനായ ദൈവത്തെയാണ്. പ്രത്യാശമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ഇവിടെ 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്. സ്തോത്രം. അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, ഈ ദൈവം നമുക്ക് സങ്കേതമാണ്, കോട്ടയാണ്,
ഹല്ലേലൂയ. അപ്പോ നമുക്ക് സങ്കേതവും കോട്ടയും ആയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. പഴയ നിയമത്തിലൊക്കെ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. പഴയ നിയമത്തില് ഈ സങ്കേത നഗരങ്ങളിലെ പ്രത്യേകത നമ്മൾ പഴയ നിയമ ഭാഗങ്ങൾ പുസ്തകങ്ങൾ പഠിച്ചു വരുമ്പോ നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്, അബദ്ധവശാല് ഒരാളെ കൊന്നുപോയാൽ ഏതെങ്കിലും സങ്കേത പട്ടണത്തിലേക്ക് ഓടിപ്പോയി അവന് രക്ഷപ്പെടുവാനായി സാധിക്കും. ഈ പഴയ നിയമകാലത്തിന്റെ പ്രത്യേകത, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, വാളിന് പകരം വാള് എന്ന പ്രമാണമുള്ള കാലമാണ് പഴയ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഒരുവനെ കൊന്നാൽ ആ മരണപ്പെട്ട വീട്ടുകാർക്ക് ഇയാളെ തിരിച്ചു കൊല്ലാം. അങ്ങനത്തെ പ്രമാണമാണ് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ദൈവമക്കളെ സ്തോത്രം, ഇങ്ങനെയുള്ള പ്രമാണമുള്ള കാലത്ത് ഒരുവൻ അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയാൽ, മനഃപൂർവ്വമല്ലാതെ സ്തോത്രം അബദ്ധവശാൽ ഒരുവന്റെ കയ്യാൽ ഒരുവൻ മരണപ്പെട്ടാൽ ആ കൊല ചെയ്ത ആള് പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഓടി ചില സങ്കേത നഗരങ്ങളുണ്ട് സ്തോത്രം, ഈ സങ്കേത പട്ടണങ്ങളിലേക്ക് ഓടിച്ചെല്ലണം, ഏതെങ്കിലും ഒന്നിലേക്ക്. അവിടെ ചെന്നാൽ ആ സങ്കേത നഗരത്തിൽ അധികാരികളെ പുരോഹിതന്മാരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവര് ഇവരുടെ കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കും, ഇവരെ പ്രൊട്ടക്ട് ചെയ്യും. വീട്ടുകാരുമായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ഡീൽ ചെയ്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയ ശേഷം മുദ്രയോടെ ഇവരെ തിരിച്ചു അയക്കും. അപ്പൊ ഈ സങ്കേത നഗരങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയവന് ഒരാശ്രയമായിട്ടായിരുന്നു സങ്കേത പട്ടണങ്ങൾ പണിതു വെച്ചിരുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഈ ഭാഗം പങ്കുവെക്കുമ്പോ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുവാണ്, സ്തോത്രം, എനിക്ക് സങ്കേതമായിരിക്കുന്നത് ഏതെങ്കിലും ഒരു പട്ടണമല്ല, എനിക്ക് സങ്കേതം തരുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയോ പുരോഹിതനോ ഒന്നുമല്ല, സർവശക്തനും അത്യുന്നതനുമായ ദൈവമാണ് എനിക്ക് സങ്കേതമായിരിക്കുന്നത് എന്നാണ് സ്തോത്രം ഇവിടെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്. സ്തോത്രം. ദൈവമക്കളാകുന്ന നമുക്കും ഏതവസ്ഥകളുടെ നടുവിലും ഈ കർത്താവ് സങ്കേതമാണ്. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പണ്ട് ബീഹാറിൽ, ഞാൻ ഈ സാക്ഷ്യങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ബീഹാറിൽ 2012-13 കാലഘട്ടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് ഞാൻ പോയ സഭയിലെ ഒരു അമ്മയുടെ അനുഭവം അവിടുത്തെ പാസ്റ്റർ എന്നോട് പങ്കുവെച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ അമ്മ വിധവയായ ഒരമ്മയാണ്, ഒരേ ഒരു മകനാണ് ഉള്ളത്. ഈ മകൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമ്മയും മകനും മാത്രം ഉണ്ട് എന്നാണ് ആ സാക്ഷ്യത്തിലൂടെ ഞാൻ കേട്ടത്. അപ്പൊ ദൈവമക്കളെ, ഈ അമ്മ നല്ല പ്രായവുമുണ്ട്, ഈ ഒരു മകനേ ഉള്ളൂ. ഈ മകൻ ജോലി എടുത്ത് വന്നിട്ടാണ് അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ സ്തോത്രം, സംഭവിച്ചത് ഈ മകന് പനി കൂടി കുറെ ദിവസങ്ങൾ ജോലിക്ക് പോകാൻ വയ്യാതെ കിടപ്പിലായി. അതോടെ ഇവര് പട്ടിണിയായി. അവസാനം ഈ മകന് ഒരു കഞ്ഞി പോലും കൊടുക്കാനുള്ള നിവൃത്തി ആ വീട്ടിൽ ഇല്ലാതെ വന്നപ്പോ അമ്മ പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്റെ കൊച്ച് മരണത്തിലേക്ക് നീങ്ങുകയാണ്, എന്റെ കയ്യിൽ പൈസ ഇല്ല, അവന് ആഹാരം കൊടുക്കാൻ പോലും ഇവിടെ ഒന്നുമില്ല. യേശുവേ, നീ അനാഥർക്കും വിധവമാർക്കും ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ഏഴകളാകുന്ന അടിയങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ കുടിലിലിരുന്ന് അമ്മ നിലവിളിച്ചു. അന്ന് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, പെട്ടെന്ന് ആകാശം ഇരുണ്ട് കറുത്തു, വലിയൊരു മഴയുണ്ടായി. ഒരു 2 മണിക്കൂറിലധികം സമയം നിലയ്ക്കാതെ മഴ പെയ്തു. പെട്ടെന്ന് ദൈവമക്കളെ, മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടിന്റെ താഴെ ഒരു കുളമുണ്ട്, ഒരു ചെറിയ തടാകം പോലെ. അവിടെ വെള്ളം നിറഞ്ഞു കവിഞ്ഞു. അമ്മ ഇങ്ങനെ പടിപ്പുരയ്ക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോ ഒരു 20-ലധികം ആമകള് ഒന്നിനു പിറകെ ഒന്നായി തടാകത്തിൽ നിന്ന് കയറി വരികയാണ്. നല്ല വിലയുണ്ട് ആമകൾക്ക് അവിടെ മാർക്കറ്റില്. അമ്മ ഒരു ചാക്കുമായിട്ട് ഓടിച്ചെന്ന് ഈ ആമകളെ എല്ലാം ചാക്കിലാക്കി നേരെ അവിടെ ചന്തയിൽ കൊണ്ടുപോയി കൊടുത്തു. അമ്മയ്ക്ക് അന്ന് നല്ലൊരു തുക അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടി. അമ്മ പറഞ്ഞത് ഏകദേശം 1 മാസത്തോളം സുഭിക്ഷമായി അമ്മയ്ക്ക് മകനെ കഴിയാനുള്ളത് അന്ന്, സ്തോത്രം, അതിൽ നിന്ന് തന്നെ അമ്മയ്ക്ക് കിട്ടി. അത്യാവശ്യം വേണ്ടുന്ന അരിയും സാധനങ്ങളൊക്കെ അമ്മ മേടിച്ചു. തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ അടുത്തൊരു അത്ഭുതം, തന്റെ മകൻ വിയർത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ പനി മകനെ വിട്ടു മാറി മകൻ എഴുന്നേറ്റ് ഇരിക്കുന്ന ഒരു കാഴ്ച കൂടെ അമ്മ കാണുകയാണ്. അങ്ങനെ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് കഞ്ഞിയെല്ലാം വെച്ച് കുടിച്ചിട്ട് പിറ്റേ ഞായറാഴ്ച ചർച്ചയിൽ വന്ന് അവർക്ക് ലഭിച്ച നന്മയുടെ ദശാംശവും പിടിയരിയൊക്കെ സഭയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞൊരു സാക്ഷ്യമാണ്. എന്റെ പ്രിയ ദൈവമക്കളെ, കർത്താവ് ആകാശം ചായച്ച് ഇറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞതുപോലെ ദൈവം തന്റെ മക്കൾക്ക് സങ്കേതമായി ഇറങ്ങി വരുന്ന വഴികളൊക്കെ നമ്മുടെ ബുദ്ധികൾക്ക്
അതീതമാണ്. സ്തോത്രം. ആമേൻ. ആ അമ്മ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, ഇങ്ങനെ ആമകളുടെ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. വലിയ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ആമയൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ 20-ലധികമൊക്കെ വാലേ വരിക എന്ന് പറയണത് അതൊക്കെ ദൈവത്തിന്റെ ഇടപെടലിനാൽ മാത്രമേ നടക്കുകയുള്ളൂ. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ഏതൊരവസ്ഥയുടെ നടുവിലും ദൈവം നമുക്ക് സങ്കേതമായിട്ടുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ദൈവം 1 അത്യുന്നതനാണ്, 2 സർവശക്തനാണ്, 3 ആ ദൈവം നമുക്ക് സങ്കേതമാണ്. 4ാമത് ബൈബിൾ കൊടുത്തിരിക്കുന്നത് അവൻ നമുക്ക് കോട്ടയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കോട്ട എന്നൊക്കെ പറയുമ്പോ സ്തോത്രം, പണ്ട് കാലത്ത് ഈ കോട്ടകൾ കെട്ടിക്കൊണ്ടിരുന്നത് വലിയ മതിലുകളൊക്കെ പണിത് വെച്ചുകൊണ്ടിരുന്നതിന്റെ പ്രധാന രഹസ്യം ശത്രുക്കൾ ആക്രമിച്ചകത്ത് കയറാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ടിപ്പു സുൽത്താന്റെ കാലത്ത് നമുക്കറിയാം കോട്ടകൾ പണിത് വെച്ചിട്ടുണ്ട്. മൈസൂരില് ചെല്ലുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു. കാസർഗോഡ് ഒരു ബേക്കൽ കോട്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തക്കലയില് ഈ മാർത്താണ്ഡവർമ്മയുടെ ഒരു കൊട്ടാരമുണ്ട്, അതിന് ചുറ്റിലും ഒരു കോട്ടമതിൽ. അപ്പൊ ഈ പഴയ കാലങ്ങളിൽ കൊട്ടാരങ്ങളൊക്കെ പണിയുമ്പോൾ കോട്ടമതിലുകൾ കെട്ടുമായിരുന്നു. ബൈബിളിൽ ഉണ്ടല്ലോ, എരീഹോ കോട്ടയെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. എരീഹോ കോട്ട ആളുകൾ പറയുന്നത്, വേദപഠിതാക്കൾ പറയുന്നത് 6 രഥങ്ങൾ ഒരുമിച്ച് കൂട്ടി ഓടിക്കത്തക്ക വീതി ഉണ്ടായിരുന്നു. രാഹാബ് എന്ന സ്ത്രീയുടെ വീട് പോലും ആ എരീഹോ മതിലിന്റെ മേലെയായിരുന്നെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം വീതിയുള്ളതായിരുന്നു എരീഹോ മതിലെന്ന് ചിന്തിക്കണം. ദാവീദ് ഒരു കോട്ട പണിതിട്ടുണ്ട്, സിയോൻ കോട്ട എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഈ പഴയ കാലങ്ങളിലെ രാജാക്കന്മാരും ആളുകളൊക്കെ ഈ കോട്ടകൾ കെട്ടിക്കൊണ്ടിരുന്ന എന്നാന്ന് വെച്ചാൽ ശത്രുവിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോട്ടകൾ കെട്ടിപ്പൊക്കി വെച്ചിരുന്നത്. എന്നാൽ ആ കാലഘട്ടത്ത് പോലും സങ്കീർത്തനക്കാരൻ പറയുന്നത്, എനിക്ക് കോട്ടയായിരിക്കുന്നത് ഈ കരിങ്കൽ സൗധങ്ങളൊന്നുമല്ല. സ്തോത്രം. സർവശക്തനും അത്യുന്നതനുമായ എന്റെ രക്ഷിതാവായ ദൈവം തന്നെയാണ് എനിക്ക് കോട്ടയായിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനം ദൈവമക്കൾ കേൾക്കുമ്പോൾ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സർവശക്തൻ തന്നെയാണ്. നിന്റെ സകല വഴികളിലും നിന്നെ സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടില് മേടിച്ചു വെച്ചിരിക്കുന്ന അൽസഷൻ ഒന്നുമല്ല, CCTV ക്യാമറകളും ഒന്നുമല്ല. അതൊക്കെ ഒരു ആവശ്യത്തിന് നമുക്കൊരു പക്ഷെ ഉപകരിച്ചേക്കാം എന്നേ ഉള്ളൂ. യഥാർത്ഥമായി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് ദൈവത്തിന്റെ കരുതലിന്റെ കീഴിൽ തന്നെയാണ്. സ്തോത്രം. ദൈവത്തിന്റെ സംരക്ഷണ വലയമാണ്, ദൈവദൂതന്മാരുടെ സാന്നിധ്യമാണ് നമ്മളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, 4 ദൈവദാസന്മാർ, എനിക്ക് വളരെ പരിചയമുള്ള ഒരു കർത്തൃദാസനുണ്ട്, ബാബു എന്നാണ് പാസ്റ്ററുടെ പേര്. അപ്പൊ അവരും സുഹൃത്തുക്കളും ചേർന്ന് 2010 കാലഘട്ടങ്ങളിലാണ് ചാലക്കുടിയില് ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ 4 സഹോദരിമാര് അവിടെ കടന്നു വന്നു. ഇവര് 4 പേര് അവിടെ ഒരു സഹോദരി അവിടെ കടന്നു വന്നു. എന്നിട്ട് എന്റെ വീട്ടില് ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവര് പരസ്യയോഗത്തിലെ ശുശ്രൂഷ കഴിഞ്ഞപ്പോ ചെന്നു. പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോ ചായ ഇട്ട് കൊടുത്തു. അപ്പൊ അത് കുടിക്കുന്നതിന് മുമ്പ് ഒരു പാസ്റ്റർ ജസ്റ്റ്, കർത്താവേ, ഈ സഹോദരിയിലൂടെ ഞങ്ങൾക്ക് തന്ന ചായക്കായി അങ്ങേക്ക് സ്തോത്രം അപ്പാന്ന് പറഞ്ഞത് ട്രേ താഴെ വീണ് 4 ഗ്ലാസും പൊട്ടിപ്പോയി. അപ്പൊ ഈ സഹോദരി മുട്ടുകുത്തിക്കൊണ്ട് പറയുക, നിങ്ങളുടെ ദൈവമാണ് കേട്ടോ സർവശക്തനായ ദൈവം, നിങ്ങളുടെ ദൈവമാണ് അത്യുന്നതനായ ദൈവം എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അന്നേരം ഈ ദൈവദാസന്മാരെ ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? അപ്പൊ അന്നേരം അവര് പറയുക, എന്റെ അപ്പൻ ഇവിടുത്തെ ഒരു വലിയ മന്ത്രവാദിയാ. ഞാൻ നിങ്ങളെ സത്യത്തിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചതല്ല. എന്റെ അപ്പൻ മന്ത്രവാദം ചെയ്തൊരു പൊടി എന്റെ കയ്യിൽ കൊണ്ടുപോയി തന്നു. എന്നിട്ട് നിങ്ങൾ ദൈവദാസന്മാർ ഇവിടെ വരുന്ന സമയം പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞ എന്റെ മോളെ നീ അവരെ വിളിക്കണം. അപ്പൊ അവര് വരും, ഈ പൊടി ചായക്കകത്ത് കലക്കി അവർക്ക് കൊടുക്കണം. അവരിത് കുടിച്ചു കഴിയുമ്പോ ഭ്രാന്ത് പിടിച്ചവരെ പോലെ പരസ്പരം വഴക്കുണ്ടാക്കി ദുരാത്മാവിന്റെ പ്രവർത്തനം അവരിൽ വന്നിട്ട് അവരിവിടുന്ന് ഓടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അപ്പന്റെ വാക്കിന് കീഴ്പ്പെട്ടിട്ട് നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ ഇവിടെ നിന്ന് ഉടച്ച് നിങ്ങളെ ഇവിടെ നിന്ന് ഓടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് സത്യത്തില് ഞാൻ നിങ്ങളെ വിളിച്ചതും ഈ ചായ തന്നതും. പക്ഷെ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ സ്നേഹത്തോടെ ഈ ചായ മേടിച്ചു. നിങ്ങളിൽ ഒരു ദൈവദാസൻ, കർത്താവേ, ഈ സഹോദരിയിലൂടെ ഞങ്ങൾക്ക് തന്ന നല്ല ചായക്കായി സ്തോത്രം എന്ന് പറഞ്ഞത് ഇതാ ട്രേ അടക്കം താഴെ വീണ് 4 ഗ്ലാസ് പൊട്ടിപ്പോയപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ അപ്പന്റെ ദൈവമല്ല, നിങ്ങളുടെ ദൈവം തന്നെയാണ് സർവശക്തനായ ദൈവം.
നിങ്ങളുടെ ദൈവമാണ് ശക്തിയുള്ള ദൈവം. അറിയാതെ വരുന്ന അനർത്ഥങ്ങളിലും നിങ്ങളെ പരിപാലിക്കുന്ന ഈ ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ ആ സഹോദരി മുഴങ്കാൽ മടക്കി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ സാക്ഷ്യം അന്ന് ബാവുപ്പാസ് എന്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ആഭിചാരം ചെയ്താലും മന്ത്രവാദം ചെയ്താലും തലമുടി പോലും താഴെ ആമൻ വീഴാതെ വണ്ണം നമുക്ക് കോട്ട കെട്ടി നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, സ്തോത്രം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെ യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും. സ്തോത്രം. അടുത്തത് പറയുക, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എന്റെ ദൈവമാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും? നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോ സ്തോത്രം, സങ്കീർത്തനത്തിലെ 23-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യഹോവ എന്റെ ഇടയനാകുന്നെന്ന് ദാവീദ് പറയുന്നുണ്ട്. സ്തോത്രം. ആക്ച്വലി ദാവീദിന്റെ ഇടയനാണെന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് പറയാൻ കഴിയൂ, ദാവീദിന്റെ മാത്രമൊന്നും അല്ല, എന്റെയും ഇടയനാണ് യഹോവ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, നമ്മൾ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിക്കുമ്പോൾ സ്തോത്രം, ചെങ്കടൽ പിരിച്ചു കൊടുത്തതിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നു. വൻമതിൽ ഇടിച്ചതിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നു. സിംഹക്കൂട്ടിൽ ഇറങ്ങി വന്നത്, തീച്ചുളയുടെ ബലം കെടുത്തിയത്, അതുപോലെ തളർന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, ഭൂതങ്ങളെ പുറത്താക്കുന്നത്, ഇങ്ങനെ ആയിരം ആയിരം അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഇതെല്ലാം നമ്മൾ വായിച്ചു വരുമ്പോ സ്തോത്രം, ആമൻ, അതൊക്കെ അവർക്കല്ലേ ചെയ്ത് എനിക്കെന്നാ ഗുണമെന്ന് കരുതിയാൽ ഒന്നുമില്ല. പക്ഷേ നാം പറയേണ്ടത്, ആ ചെങ്കടൽ പിരിച്ച ദൈവം തന്നെയാണ് എന്റെ ദൈവം. സ്തോത്രം. എന്റെ മുമ്പിലെ ചെങ്കടലുകളെ കർത്താവ് പിരിക്കും. യോർദാനെ പിരിച്ച ദൈവം എന്റെ ദൈവമാ. എന്റെ മുമ്പിലുള്ള യോർദാന് സമാനമായ വെല്ലുവിളികളെ ഈ ദൈവം പിരിച്ചു കളയും. രക്തസ്രാവക്കാരെ സൗഖ്യമാക്കിയ കർത്താവ് എന്റെ കർത്താവാ. എന്റെ ജീവിതത്തിലെ ബാധകളിൽ നിന്നും കർത്താവിനെ വിടുവിക്കും. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോഴാണ് ബൈബിളിലെ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കേറ്റ് ചെയ്ത് ഈ ജീവനുള്ള വചനത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്. അത് തന്നെയാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഈ ദൈവം എന്റെ ദൈവം എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ സർവശക്തനായ ദൈവം, ഈ അത്യുന്നതനായ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഈ ദൈവം എന്റെ ദൈവം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നൊരു വാക്യമുണ്ടല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ. സ്തോത്രം. ആമേൻ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും ഒരു ദൈവ പൈതൽ യഥാർത്ഥമായി ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ ആമേൻ, കർത്താവ് നന്മ മാത്രമേ ചെയ്യൂ. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ദൈവന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തരുന്നുണ്ട്. സ്തോത്രം. പണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2006-7 കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ഒരു സാക്ഷ്യമാണ് കേട്ടോ. സ്തോത്രം. അന്ന് അവിടെ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ തിരുവല്ലായിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കാലത്ത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ദൈവദാസൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിനിൽ പോവുകയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. TTR ചെക്കിങ്ങിന് വന്ന സമയം പോക്കറ്റിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് കാണുന്നില്ല. അദ്ദേഹം മാക്സിമം നോക്കി, പക്ഷേ ടിക്കറ്റ് കണ്ടില്ല. അപ്പോ TTRനോട് പറഞ്ഞു, സാറേ, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണ് ട്രെയിനിൽ കയറിയത്, പക്ഷെ എന്തോ എനിക്കിത് കാണുന്നില്ല, ഞാൻ പോക്കറ്റിൽ ഇട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ TTR പറഞ്ഞു, നിങ്ങൾ പൈസ താ, ഞാൻ വേറെ ടിക്കറ്റ് എഴുതി നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞു. അന്നേരം ദൈവാസം പറഞ്ഞു, സാർ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ കയ്യിൽ ഒരു ടിക്കറ്റ് എടുക്കാനേ പൈസ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോകുന്നതാണ്. ഇനി മീറ്റിംഗ് കഴിഞ്ഞ് അവര് സ്തോത്രകാഴ്ച തന്നാലേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകത്തുള്ളൂ. സാറേ, ഞാൻ സത്യമായി ടിക്കറ്റ് എടുത്തതാ, പക്ഷെ അത് എവിടെയും കാണാതെ പോയതാ എന്ന് പറഞ്ഞു. അങ്ങനെ TTR പറഞ്ഞു, ഇങ്ങനെയൊന്നും ഒഴിവ് പറഞ്ഞാലൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിലേ ഞങ്ങളെ യാത്ര ചെയ്യാൻ എനിക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നതാണ്, ഒഴിവുകളൊക്കെ പറഞ്ഞ ആളുകൾ കയറുന്നത്. പക്ഷെ നിങ്ങളെപ്പോലെ ഒരു ദൈവദാസനും ഇങ്ങനെ പറയാൻ തുടങ്ങിയ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താവും? നിങ്ങളല്ലേ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ച് കൊടുക്കേണ്ടത്. എന്തിനാണ് ഇങ്ങനെ നുണയൊക്കെ പറഞ്ഞ് ഈ ട്രെയിനിന്റെ അകത്ത് ഇങ്ങനെ കയറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അയാള് ചൂടായി. ആമേൻ. അദ്ദേഹത്തെ പരിഹസിച്ചു. പിന്നീട് അടുത്ത സ്റ്റേഷൻ വന്നപ്പോൾ ഇറക്കി വിട്ടു. ആ ദൈവദാസന് അവിടെ ഇരുന്ന് കുറെ കരഞ്ഞു. തനിക്ക് ഒത്തിരി സങ്കടം വന്നു, ട്രെയിൻ പോയല്ലോ. പ്രിയപ്പെട്ടവരെ, ആ കരഞ്ഞ കണ്ണുനീര് തുടയ്ക്കാൻ തന്റെ പോക്കറ്റിൽ നിന്നിങ്ങനെ ഈ ടൗലെടുത്ത് വിടുത്തിയതും അതിനകത്തുനിന്ന് ട്രെയിൻ ടിക്കറ്റ് താഴേക്ക് പോയി. ഇത് ടൗലിനകത്ത് കുടുങ്ങി കിടന്നു, ഞാൻ കണ്ടില്ല, അത് താഴേക്ക് പോയി.
ആ ദേവദാസൻ വീണ്ടും കരയാൻ തുടങ്ങി. എന്റെ യേശുവേ, ഇത്രയും സമയം ഞാനിത് നോക്കിയപ്പോ അങ്ങേക്കിത് കാണിച്ചുകൂടായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ കള്ളനായി പോയല്ലോ. സ്തോത്രം. എന്താ കർത്താവ് ഇങ്ങനെ എന്ന് തന്റെ ഹൃദയത്തിൽ തുരുതുരാന്ന് ചോദ്യങ്ങൾ ഉയർന്നു. അല്പ സെക്കൻഡുകൾക്ക് മുമ്പ് ആ ടിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ട്രെയിൻ മിസ്സാകില്ല, എനിക്ക് ശുശ്രൂഷയിൽ എത്താൻ കഴിയുമായിരുന്നു. എല്ലാവരുടെ മുമ്പിൽ ഞാൻ പരിഹാസപാത്രമായി. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്തിനാണ് ഇപ്പൊ പിന്നെ ഇത് കണ്ടത് എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഹൃദയത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നത്. ഇപ്പോ ഈ പ്ലാറ്റ്ഫോം വിട്ടുപോയ ട്രെയിൻ തൊട്ടു മുമ്പിലുള്ള പാലത്തിലുള്ള, സ്തോത്രം, അതായത് ഒരു കായലുണ്ട്, ആ കായലിലുള്ള പാലത്തിൽ നിന്ന് പാളം തെറ്റി കായലിലേക്ക് മറഞ്ഞു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ആ റൂട്ടിലേക്ക് റെയിൽ ഗതാഗതം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അനൗൺസ്മെന്റ് വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ദേവദാസൻ കുത്തി ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. കർത്താവെ, സ്തോത്രം, അല്പ സെക്കൻഡുകൾ മുമ്പ് വരെ ഞാൻ അങ്ങയോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ട് ആ ടിക്കറ്റ് കാണാതെ പോയി, എന്തുകൊണ്ട് കാണാതെ പോയി? ഇപ്പോ അടിയൻ അറിയുന്നു കർത്താവെ, ആ ടിക്കറ്റ് കാണാതെ പോയതല്ല, അങ്ങ് കാണാതെ മറച്ചതാണ്. ആ ടിക്കറ്റ് ആ സമയം കാണാതെ പോയില്ലായിരുന്നെങ്കിൽ ഈ ദൈവദാസനും ആ കമ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇദ്ദേഹം കയറിയ കമ്പാർട്ട്മെന്റ് കായലിലേക്ക് മറിഞ്ഞ് 100 കണക്കിന് പേര് മരണപ്പെട്ടപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഏതൊരു കയ്പും അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ ദൈവ പൈതലേ, നീ യേശുവിനെ ആരാധിച്ചിട്ടും ചില വെല്ലുവിളികൾ, വേദനകൾ, കയ്പുകളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഓർത്തോ, അത് നിന്നെ തകർക്കാനോ മുടിക്കാനോ അല്ല, അത് നിന്റെ നന്മയ്ക്കായി മാത്രമാണ് ദൈവം ചെയ്യുന്നത്. ഈ ദൈവം എന്റെ ദൈവം എന്ന് പറയാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി എത്ര പേർക്ക് സാധിക്കും? സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, യഹോവയെ കുറിച്ച്, അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ഈ ദൈവത്തെ ആഴത്തിൽ അനുഭവിച്ചത് കൊണ്ടാണ് പണ്ടുള്ള ഭക്തന്മാരൊക്കെ പാടിയത്, കൈപ്പുള്ള വെള്ളം കുടിച്ചീടിലും കൽപ്പന പോലെ നീടണം, ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സ്വപൂരം നീയാണയും വാരയും ആഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജി മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർ നേടുക ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൈപ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കൽപ്പന പോലെ നടക്കണമെന്ന് ഭക്തന്മാരെ പണ്ട് പാടിയത് അതുകൊണ്ടാണ്. ഈ ദൈവം എന്റെ ദൈവമാണ്. ഈ ദൈവത്തെ ഞാൻ സേവിച്ചിട്ടും എന്റെ ജീവിതത്തിൽ കയ്പുകൾ വരുന്നെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഈ ദൈവത്തെ ഞാൻ സേവിച്ചിട്ട് ഒരു സിംഹക്കൂട് എന്റെ ജീവിതത്തിൽ വന്നാൽ, സ്തോത്രം, എന്നെ തകർക്കാനല്ല, അതിന് നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന് തെളിയാനാ. ഈ ദൈവത്തെ ഞാൻ സേവിച്ചിട്ട് ഒരു ചെങ്കടലിലൂടെ എനിക്ക് പോകേണ്ടി വന്നാൽ ആ വെള്ളം എന്നെ മുക്കിക്കളയാനല്ല, അതിന് നടുവിലും ആരും കാണാത്ത വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടാനാ. ഈ ദൈവത്തെ ഞാൻ സേവിച്ചിട്ടും ചില തീച്ചൂളകൾ എനിക്ക് കടന്നു വരുന്നെങ്കിൽ ആ തീച്ചൂള എന്നെ ദഹിപ്പിക്കാനായിരിക്കില്ല, തീയുടെ ബലം കെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനായിരിക്കും ഇന്ന് രാത്രി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലെ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുക, നീ നാളുകളായി ദൈവത്തെ വിളിച്ചിട്ടും വീണ്ടും വീണ്ടും ഈ ചൂളകൾ വരുന്നെങ്കിൽ അത് നിന്നെ തകർക്കാനല്ല, അതിന് നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടാനാ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരമുയർത്തി ഹല്ലേലൂയ പറയാം. എത്ര പേർക്ക് അതുകൊണ്ട് പറയാൻ കഴിയും, ഈ ദൈവം ദാവീദിന്റെയും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മാത്രമല്ല, ഈ ദൈവം എന്റെ ദൈവം. സ്തോത്രം. അങ്ങനെ പറയുമ്പോഴാണ് കുഞ്ഞെ നിന്റെ ജീവിതത്തിലും വലിയ ദൈവപ്രവർത്തികൾ കാണുവാൻ നിനക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സങ്കീർത്തനത്തിൽ പറയുക, ഈ ദൈവം എന്റെ ദൈവം എന്ന് പറയുന്നു. അങ്ങനെ ഈ ദൈവം നിന്റെ ദൈവമായാൽ നിനക്ക് എന്തെല്ലാം ഗുണമുണ്ടെന്നാണ് അടുത്ത വചനങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം.
തൊണ്ണൂറ്റിയൊന്നാം അവൻ നിന്നെ സങ്കീർത്തനം 3-ാമത്തെ വേട്ടക്കാരന്റെ വാക്യം. കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പ്രിയപ്പെട്ട പരിചയം ദൈവമക്കളെ, അവിടെ പലകയുമാവുന്നു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. സ്തോത്രം. അപ്പൊ ദൈവമക്കളെ, ഈ അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം നമുക്ക് സങ്കേതവും ബലവും കോട്ടയുമായിരുന്നാൽ ബൈബിൾ പറയുന്നു അവൻ നമ്മെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ വഴികൾ. പണ്ട് രാജു മേത്ര പാസ്റ്റർ ലവ് ആർമി ക്രൂസൈഡിൽ വന്നപ്പോ പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെയൊക്കെ ആത്മീയ ജീവിതത്തിൽ അത് ഒത്തിരി എനിക്ക് പ്രചോദനം നൽകിയ ഒരു സാക്ഷ്യമായിരുന്നു. ജീവിതത്തില് വെല്ലുവിളികളൊക്കെ വരുന്ന സമയങ്ങളിൽ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമായിരുന്നു. അതായത് അദ്ദേഹം എന്ന് പറഞ്ഞ എന്റെ ഓർമ്മയിൽ ഇങ്ങനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടില് അന്ന് ഈ ആളുകൾ സഞ്ചരിക്കുവാനായി കുതിരകളെയാണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദൈവമക്കളെ, സ്തോത്രം, ഇന്നത്തെ പോലെ സ്തോത്രം വാഹന സൗകര്യങ്ങൾ അത്രത്തോളം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു ദൈവദാസന് ഒരു കുതിര ഉണ്ടായിരുന്നു. അപ്പോ സ്തോത്രം, ഇദ്ദേഹം കുതിരപ്പുറത്ത് സഞ്ചരിച്ച് പകൽ ഒരു ചർച്ചിൽ ശുശ്രൂഷയ്ക്കായി. ശുശ്രൂഷ കുറച്ച് വൈകിപ്പോയി. രാത്രി വളരെ ദൂരം അദ്ദേഹത്തിന് പോകണം. വളരെ ദൂരെ ഒരു മീറ്റിങ്ങിനാണ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സമയം വളരെ വൈകിപ്പോയത് കൊണ്ട് ധൃതി വെച്ച് താൻ വീട്ടിലെത്തി പുറത്ത് അലക്കി ഉണങ്ങാനിട്ടിരുന്ന സോക്സ് എടുത്ത് തന്റെ കാലിൽ ധരിച്ചു വൈകിട്ടത്തെ ശുശ്രൂഷയ്ക്കായി താൻ പോവുകയാണ്. ഈ സോക്സിനകത്ത് ഉറുമ്പുകൾ കയറിയിട്ടുണ്ടായിരുന്നു പുറത്ത് ഇത് ഉണങ്ങാനിട്ട സമയത്ത്. ഈ ധൃതിക്കിടയിൽ ഇദ്ദേഹം ഇത് ശ്രദ്ധിച്ചില്ല. താൻ അത് കാലിൽ വലിച്ചിട്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് ഉറുമ്പുകൾ തന്നെ പിടിച്ച് കടിക്കാൻ തുടങ്ങി. അപ്പൊ ആ ദൈവദാസൻ പെറുപെറുക്കാൻ തുടങ്ങി. എന്റെ കർത്താവേ, ഒന്നാമത് സമയമില്ലാത്ത ഈ സമയത്ത് ഈ ഉറുമ്പുകൾ എന്നെ പിടിച്ചിങ്ങനെ ഉപദ്രവിക്കുന്നല്ലോ, ഇതിന് കയറാൻ കണ്ടൊരു നേരം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇനി നിർത്താനോ അത് മാറാനോ ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം പെറുപെറുത്തോണ്ട് ഒരു കൈ കൊണ്ട് കുനിഞ്ഞ് ഈ ഉറുമ്പ് കടിക്കുന്ന സമയം ഇങ്ങനെ ചൊറി മാന്തും, മറ്റേ കൈ കൊണ്ട് കുതിരയുടെ കടിഞ്ഞാൻ വലിക്കും. ഇങ്ങനെ അദ്ദേഹം പെറുപെറുത്തുകൊണ്ട് ചൊറിഞ്ഞ് മാന്തിയൊക്കെ ഒരു പ്രകാരത്തിൽ അദ്ദേഹം വന്ന് കൺവെൻഷൻ സ്ഥലത്തെത്തി വചനം പ്രസംഗിച്ച് ഒരു കാട്ടുകള്ളന്റെ സംഘവും മാനസാന്തരപ്പെട്ടു. അവസാനം ആ കള്ളൻ സംഘം അതിന്റെ ലീഡർ സാക്ഷ്യം പറഞ്ഞപ്പോ ഇങ്ങനെ പറയുക, ഇന്ന് ഞങ്ങൾ ഇവിടെ കടന്നു വരുവാൻ കാരണമായതും ഞങ്ങൾ യേശുവിനെ രക്ഷിതാവായി ഏറ്റെടുക്കാൻ കാരണമായതും ഇന്ന് പ്രസംഗിച്ച ഈ ദൈവദാസൻ കുതിരപ്പുറത്ത് വരുന്ന സമയം ഇദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് പിൻപിൽ ഇദ്ദേഹം പ്രസംഗിച്ച യേശുവിന്റെ കരം ചലിക്കുന്നത് ഞങ്ങൾ കണ്ണാലെ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അനുഗമിച്ചെത്തി ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഈ ദൈവദാസൻ ഇങ്ങനെ ചിന്തിക്കുക, എന്താ ഇവരെ പറയുന്നേ? കുതിരപ്പുറത്ത് ഞാൻ വരുന്ന വഴിക്ക് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിന്റെ കൈ ഇറങ്ങിയെന്നോ? അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പൊ ഇവര് പറയുക, ഞങ്ങള് കാട്ടുകള്ളന്മാരാണ്, സുവിശേഷ വിരോധികളാണ്, സുവിശേഷം അറിയിക്കുന്നവരെ കൊല്ലുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ്. ഇന്നത്തെ ഞങ്ങളുടെ ഇര ഇവിടെ വചനം പ്രസംഗിച്ച കുതിരപ്പുറത്ത് വന്ന ഈ ദൈവദാസനായിരുന്നു. ഇദ്ദേഹം കുതിരയെ ഓടിച്ചു വരുന്ന 3 സ്ഥലത്ത് വഴിയിൽ ഞങ്ങൾ ട്രാപ്പുകൾ, കെണികൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു. അവര് പറയുക, ഒരു വലിയ കമ്പി ഞങ്ങൾ റോഡിന് കുറുകെ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ അത് പെട്ടെന്ന് കണ്ണിൽ കാണത്തില്ല, നൈസ് കമ്പിയാണ്. കുതിരയെ ഓടിച്ചു വരുമ്പോൾ ഇത് കഴുത്തിൽ ഉടക്കും. ആ സമയം ആമൻ കഴുത്ത് കീറി ഇദ്ദേഹം ആമൻ മുറുകി താഴെ വീഴും. ആ സമയം ഞങ്ങൾ വന്ന് കൊല്ലുകയാണ് അതായിരുന്നു ഞങ്ങളുടെ പദ്ധതി. സ്തോത്രം. അങ്ങനെ ഇയാൾ കുതിരയെ ഓടിച്ചു വരുന്ന 3 സ്ഥലത്ത് ഞങ്ങൾ ഇതുപോലെ കമ്പി വലിച്ചു കെട്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടൊരു കാഴ്ച, ഇയാൾ കുതിരയെ ഓടിച്ച് കറക്റ്റായിട്ട് ആ കമ്പിയോട് ഇയാളുടെ കഴുത്തടിക്കുന്ന സമയം ഇയാൾ ഒറ്റ കുനിയിൽ ഊരി. സ്തോത്രം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു 2ാമത്തെ സ്ഥലത്ത് ഇയാൾ വീഴും. 2ാമത്തെ സ്ഥലത്തും ഇയാൾ കുതിരയെ ഓടിച്ചു വരുന്നു. കറക്റ്റ് ഇയാളുടെ കഴുത്ത് കമ്പിയോട് അടുത്ത് വരുന്ന സമയം ഇയാൾ വീണ്ടും കുനിയുകയാണ്. 3ാം സ്ഥലത്ത് ഇയാൾ പെടുമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. 3ാം സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കണ്ണിന് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇയാളുടെ ഈ കഴുത്ത് ആമൻ മരണക്കെണിയോട് അടുത്ത് വരുമ്പോൾ ഇയാളെ കുനിയിക്കുന്ന എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് എന്നാണെന്ന് അറിയാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പൊ മനസ്സിലായി, ഇദ്ദേഹം പ്രസംഗിച്ച യേശുവാണ് ആമൻ ഇദ്ദേഹത്തെ രക്ഷിച്ചത്. ആ സമയം ആ പാസ്റ്റർ
പൊട്ടിക്കരഞ്ഞ് മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു, പൊന്നു തമ്പുരാനെ, ഉറുമ്പ് എന്റെ സോക്സിനകത്ത് കയറിയിരുന്ന് എന്നെ പിടിച്ച് കടിച്ച് നാശം പിടിച്ച് ഉറുമ്പ് കയറാൻ നേരമെന്ന് പറഞ്ഞ് കുനിഞ്ഞ് ഞാൻ അങ്ങയെ പിറുപിറുത്ത് വന്നപ്പോ ഞാൻ ഓർത്തില്ല പിതാവേ, ആ ഉറുമ്പ് എന്റെ സോക്സിൽ കയറിയതല്ല, അങ്ങ് കയറ്റിയതാണെന്ന്. സ്തോത്രം. എന്റെ സോക്സിനകത്ത് കയറ്റിയ ഉറുമ്പിനെ കൊണ്ട് എന്റെ പ്രാണനെ രക്ഷിക്കാൻ മാത്രമല്ല, ഈ കാട്ടുകള്ളന്മാർക്ക് മാനസാന്തരം കൊടുക്കാനും അങ്ങേക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കൂ. ഈ ദൈവം നിനക്ക് സങ്കേതമാണെങ്കിൽ അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് അവൻ ദൈവത്തിന്റെ ഇടപെടലുകളും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനൊക്കെ എന്തൊരു അത്ഭുതകരമാണ് ദൈവകുഞ്ഞുങ്ങളെ. ഈ മഹാനായ ദൈവത്തിന്റെ മക്കളായിരിക്കാൻ നമുക്ക് ലഭിച്ചത് എത്രയോ വലിയ ഭാഗ്യമാണ്. ദൈവത്തിന്റെ വിടുതലിന്റെ കരം ഇന്ന് തന്നെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്ക്. ആമയുടെ രൂപത്തിൽ ഒരുപക്ഷെ തന്റെ ഭക്തന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ കരുതാൻ ദൈവം ഇറങ്ങി വന്നേക്കാം. ചിലപ്പോൾ അത് മഴയുടെ രൂപത്തിലായിരിക്കാം. ഇവിടെ ഇതാ ഒരു ഉറുമ്പിന്റെ രൂപത്തിൽ, മറ്റൊരു ഭാഗത്ത് ടൗണിനിടയിൽ മറഞ്ഞിരുന്ന ഒരു ടിക്കറ്റിന്റെ രൂപത്തിൽ ആമൻ ദൈവത്തിന്റെ ഇടപെടലുകൾ ഏത് തൂണുകളിലും തുരുമ്പുകളിലും വെളിപ്പെടും. കാരണം ആ ദൈവം സർവശക്തനാണ്. ഈ ദൈവത്തെ സേവിക്കുവാൻ, ഈ ദൈവം എന്റെ ദൈവം എന്ന് പറയുവാൻ, ആ ദൈവത്തിന്റെ കീഴിലിരിക്കുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം. അതുകൊണ്ട് ദൈവമക്കളെ, യേശു കർത്താവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊന്നും ദൈവം അറിയാതെയല്ല. നമ്മുടെ തലയിലെ മുടി പോലും എണ്ണി വെച്ചിരിക്കുക, അവയിൽ ഒന്നുപോലും പിതാവ് അറിയാതെ താഴെ പോവുകയുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ച് ആശ്രയിക്കുക, ദൈവത്തിന് നന്ദി പറയുക. എന്റെ കർത്താവ് സർവശക്തനാണ്, അവൻ എന്നെ വേട്ടക്കാരന്റെ കിടിയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വ്യക്തമായി വായിക്കുന്നത്, അവൻ നിന്നെ വേട്ടക്കാരന്റെ കിണിയിൽ നിന്ന്. സ്തോത്രം. നമ്മള് വിശുദ്ധ ബൈബിള് പഠിക്കുമ്പോൾ സ്തോത്രം, ഏലിയാവിന്റെ കാലത്ത് ദുഷ്ടയായ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ ഏലിയാവിനെ വേട്ടയാടാൻ അവനെ കൊന്നു തീർക്കുമെന്ന് വെല്ലുവിളിച്ചു. നിന്റെ ചോര ഞാൻ നായ്ക്ക് നക്കാൻ ഇട്ടുകൊടുക്കുമെന്ന് വെല്ലുവിളി നടത്തിയ ഇസബേൽ. സ്തോത്രം. നമുക്ക് ആ ചരിത്രം അറിയാമല്ലോ. ഏലിയാവ് മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിലിരുന്ന്, കർത്താവെ, ഇസബേൽ എന്നെ കൊല്ലുന്നതിനേക്കാളും നീ എന്റെ പ്രാണനെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് തളർന്ന് നിലവിളിക്കുന്ന സമയം ദൈവൻ 2 പ്രാവശ്യം തന്റെ ദൂതനെ അയച്ച് തന്റെ ദാസന് അടയും വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കുകയും ആമൻ ഈ നിന്റെ ചോര ഞാൻ നായ്ക്ക് നക്കാൻ ഇട്ടുകൊടുക്കുമെന്ന് വെല്ലുവിളിച്ച ഇസബേലിന്റെ ചോര നായ് നക്കുമളവിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ വെളിപ്പെടുകയും നിന്നെ കൊന്നു തീർക്കുമെന്ന് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ആ ഏലിയാവ് മരണം കാണാതെ എടുക്കപ്പെടുകയും ചെയ്തപ്പോ ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? സർവശക്തനായ ദൈവത്തെ നീ സേവിക്കുമെങ്കിൽ ഒരു വേട്ടക്കാരന്റെ കെണിയും നിനക്ക് ഫലിക്കയില്ല. സ്തോത്രം. അതുകൊണ്ടാണ് കൃത്യമായി ബൈബിൾ പറയുന്നത്, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും. സ്തോത്രം. ഇതിനൊരു കാര്യം നമ്മൾ ചെയ്യണം, അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ കീഴിൽ നമ്മൾ ഇരിക്കണം. കേട്ടോ, സ്തോത്രം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം, സ്നാനമേൽക്കാത്തവർ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാത്തവർ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണം, ആ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. അങ്ങനെ നടത്തപ്പെട്ട് പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ദൈവ പൈതൽ അത്യുന്നതന്റെ മറവിലാണ്. അത്യുന്നതന്റെ ചിറക് അവൻ പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് പറയുന്നത്, സ്തോത്രം, അവൻ നിന്റെ വേട്ടക്കാരന്റെ കിടയിൽ നിന്നും. അടുത്തു പറയുകയാണ്, നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ദൈവമക്കളെ, മഹാമാരി എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൊറോണ വന്നപ്പോ നമുക്ക് അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാനായി സാധിച്ചു. സകല എയർപോർട്ടുകളെയും അത് ക്ലോസ് ചെയ്തു. അതിന് തമിഴിൽ പറയുന്നത്, സ്തോത്രം, പാളാക്കും കൊള്ളൈ നോയി എന്നാണ് തമിഴ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. കൊള്ളൈ നോയി, കൊള്ളയടിച്ചു, എല്ലാത്തെയും കൊള്ളയടിച്ചു. സിനിമാ തിയേറ്ററുകൾ, ബാറുകൾ, ആമൻ ജനങ്ങളുടെ സമ്പത്തുകൾ, ആമൻ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന പലരും ആ കാലഘട്ടങ്ങളിൽ ബിസിനസ്സുകൾ പരാജയപ്പെട്ട് ആ 1.5 വർഷം സ്തോത്രം ഒന്നും ചെയ്യാൻ കഴിയാതെ ആമൻ അവസാനം പിച്ചച്ചട്ടയിട്ട ആമൻ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. ചില വീഡിയോസുകൾ ഞാൻ കാണുവാനിട വന്നു. ആമൻ 100 കണക്കിന് സ്റ്റാഫുകളെ വെച്ച് ജോലി എടുപ്പിച്ചുകൊണ്ടിരുന്നവർ അവസാനം ഹോട്ടലിൽ തുച്ഛമായ ശമ്പളത്തിൽ പാത്രം കഴുകുവാനായി നിൽക്കേണ്ട അവസ്ഥകളിലേക്ക് എത്തി. സ്തോത്രം. ആമൻ പല സ്ഥാപനങ്ങളുടെയും മുതലാളികളെ അത് കൊള്ളയടിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ശരിക്കും ഇതൊരു കൊള്ളയടിക്കുന്ന ഒരു രോഗം തന്നെയായിരുന്നു സ്തോത്രം, കൊറോണ എന്നുള്ളത് നമുക്കറിയാം. ആമൻ എത്രയോ പേരെ തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ ഒന്നുമില്ലാത്ത മറ്റു ചിലരെ സമ്പന്നരാക്കുകയും ചെയ്തു. അത് നമ്മൾ ഇതിന്റെ ഇടയിൽ പറയാതിരിക്കാൻ വയ്യ. സ്തോത്രം. എന്തായാലും ഉലകത്തിൽ ആമൻ 10,000 ആളുകൾ ആ രോഗത്താൽ ആമൻ ഈ ലോകത്തുനിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയി. അമ്മയ്ക്കും അപ്പനും സ്തോത്ര സ്വന്തം മക്കളെ പോലും ആമൻ ആ നാളുകളിൽ ഒന്ന് കാണാൻ കഴിയാത്ത അവസ്ഥകൾ കടന്നു വന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ ആമൻ ഒന്ന് അടുത്തിരുന്ന് ശുശ്രൂഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആമൻ കൊറോണ എന്ന മഹാമാരി കൊണ്ടുവന്നു. സ്തോത്രം. ആമൻ ലോകത്തെ മുഴുവൻ അത്
ആമൻ വെട്ടിലാക്കി പൂട്ടിയിടേണ്ട ഒരു ഗതികേടിലേക്ക് നയിച്ചു. സ്തോത്രം. ആമൻ. എന്നാൽ ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരനോട് അരുളി ചെയ്തിട്ടുണ്ട്, ഈ ഭൂമിയിൽ നാശകരമായ മഹാമാരി ഉണ്ട്, പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്നവനെ ദൈവം രക്ഷിക്കും. അത്യുന്നതന്റെ മറവിലിരിക്കുന്നവനെ അതിൽ നിന്ന് വിടുവിക്കുമെന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതിന്റെ തെളിവുകളാണല്ലോ നമ്മളും. സ്തോത്രം. ആ മഹാവ്യാധികൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന പലരെയും തൊട്ടുപോയതല്ലേ? കൃപയാൽ ഈ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രിയും ഉയരോടിരുന്ന് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത്. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും ആ കാലഘട്ടങ്ങളിൽ ആ രോഗം വന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാലും അവൻ തകർന്നു പോകാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ പരിപാലിച്ചെങ്കിൽ ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കും, അവൻ നിന്റെ വേട്ടക്കാരന്റെ കിടയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. മഹാമാരികൾ വരികയില്ലെന്നോ വേട്ടക്കാരന്റെ കെണികൾ ഒരു ദൈവ പൈതലിന് വരികയില്ലെന്നോ ബൈബിൾ പറഞ്ഞിട്ടില്ല. വരും, എന്നാൽ വിടുവിക്കുന്ന ദൈവമുണ്ട്. നീതിമാൻ അനർത്ഥമില്ലെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെന്ന് എഴുതിയത്. പക്ഷേ അത്യുന്നതന്റെ മറവിൽ ഇരിക്കുന്നവരെ അവയെല്ലാറ്റിൽ നിന്നും യഹോവ വിടുവിക്കും. നീതിമാന് കഷ്ടമില്ലെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. നീതിമാന് കഷ്ടം ഉണ്ടെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ ലോകത്തെ ജയിച്ച കർത്താവ്, കഷ്ടത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നീതിമാന് വീഴ്ചയുണ്ടാകില്ലെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. നീതിമാൻ വീണാലും നിലംപരിശാകയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് യഹോവയെ നീ സേവിക്കുമ്പോൾ, അത്യുന്നതന്റെ മറവിലിരിക്കുമ്പോൾ, നിനക്ക് കഷ്ടം വന്നാൽ ജയിപ്പിക്കാൻ ദൈവം കൂടെ ഉണ്ടാകും. അനർത്ഥം വന്നാൽ വിടുവിക്കാൻ ദൈവം കൂടെ ഉണ്ടാകും. വീഴ്ച വന്നാൽ എഴുന്നേൽപ്പിക്കാൻ ദൈവം കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പാട്ടിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ അത്യുന്നതന്റെ മറവിലേക്ക് അടുത്തുവാ. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ നിന്റെ വേട്ടക്കാരന്റെ കിടയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. കൊറോണ വന്ന സമയം, സ്തോത്രം, ഈ റാന്നിയിലുള്ള ഒരു സഹോദരി ഡോക്ടർ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഉദാഹരണത്തിൽ ഓർക്കുക. സ്തോത്രം. അവര് അമേരിക്കയിലായിരുന്നു. അമേരിക്കയിലെ ഒരു ആശുപത്രിയിലാണ് അവര് ജോലി ചെയ്യുന്നത്. സ്തോത്രം. അത് എനിക്കൊന്നു ഗുഡ് ന്യൂസ് എന്ന മാഗസിനിലാണെന്ന് തോന്നുന്നു, ക്രിസ്ത്യൻ മാഗസിനിലാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ആ സമയത്ത് അത് വായിച്ചതാണ്. ദൈവമക്കളെ, സ്തോത്രം, ഈ കർത്താവിന്റെ ദാസി അതിൽ സാക്ഷ്യമിട്ടിരുന്നത്, കോവിഡ് വന്ന സമയം താന് അവിടെ അമേരിക്കയില് കോവിഡ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയം തനിക്കും കോവിഡ് വന്നു. തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ശ്വാസം മുട്ടലായി, വളരെ സിവിയറായി, വെന്റിലേറ്റർ കണക്ട് ചെയ്തിട്ടിരിക്കുക. അപ്പൊ താൻ അവിടെ കിടക്കുന്ന സമയം തന്റെ അപ്പുറത്ത് 3 ഡോക്ടർമാർ, ഇപ്പുറത്ത് 3 ഡോക്ടർമാർ, താനടക്കം 7 പേര് വെന്റിലേറ്റർ. എല്ലാവരും വളരെ സീരിയസ് ആണ്, സിവിയർ ആയിട്ട് കിടക്കുകയാണ്. എല്ലാവരും വലിച്ചു കിടക്കും. ആ ഡോക്ടർ പറഞ്ഞത്, ഒരു ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ ഒരാളുടെ വലി തീരും, ആള് മരിച്ചു. ബാക്കിയുള്ളവരെ കാണുകയെ ആ മരിച്ചയാളെ കൂട്ടിക്കെട്ടി കൊണ്ടുപോവുക. ബാക്കിയുള്ളവരെല്ലാം വലിച്ചു വീണ്ടും കിടക്കുക. അടുത്തൊരു 5 മണിക്കൂർ കഴിയുമ്പോൾ ഇനി ഒരാളുടെ വലി തീരും, ആളും മരിക്കുക. ബാക്കിയുള്ള ഡോക്ടർമാർ നോക്കിയിരിക്കുക, അതിനെ കൊണ്ടുപോവുക. ഇങ്ങനെ സ്തോത്രം. ചില ദിവസങ്ങൾ താൻ ആ ICUവിൽ കിടക്കുന്ന സമയം തന്റെ അപ്പുറത്ത് കിടന്ന 3 ഡോക്ടർമാരും ഇപ്പുറത്ത് കിടന്ന 3 ഡോക്ടർമാരും, അങ്ങനെ 6 ഡോക്ടേഴ്സും തന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഒരേ ഹോസ്പിറ്റലിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നിച്ച് ജോലി ചെയ്തവരവരെ. പക്ഷേ ആ കോവിഡ് വന്ന സമയം തന്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന 6 പേര് തന്റെ കൺമുമ്പിൽ വെച്ച് മരണപ്പെട്ടപ്പോ തന്റെ പ്രഷർ കൂടാൻ തുടങ്ങി. അടുത്ത നറുക്ക് എനിക്കായിരിക്കും, ഞാനും ഇതുപോലെ തീർന്നു പോകുമെന്ന് ആ സഹോദരിക്ക് ഭയം വന്നു. ആ സമയം അവര് പറയുക, ആമൻ, എന്റെ ഭർത്താവോ, എന്റെ പിള്ളേരോ, എന്റെ മാതാപിതാക്കളോ, എന്റെ പാസ്റ്റേഴ്സോ, എന്റെ കൂട്ടുകാരോ ആരും എന്റെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഒരു രക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 91-ാം സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യം തന്റെ ഹൃദയത്തിൽ കൊടുത്തു. നിന്റെ ഒരു വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അത് നിന്നോട് അടുത്തു വരികയില്ല. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് തന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ പ്രഷർ നില നോർമലാകാൻ തുടങ്ങി. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറയുമ്പോൾ 7 ഡോക്ടർമാര് ആ ICU യൂണിറ്റിൽ അടുക്കടുക്കാകുന്ന സ്തോത്രം ബെഡിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നപ്പോൾ അതിൽ 6 പേരും ഇന്ന് മണ്ണോട് മണ്ണ് ചേർന്ന സമയം, ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറയുന്ന ഈ സമയവും ജീവനോടെ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സാക്ഷ്യം പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സ്തോത്രം. അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം നിനക്ക് സങ്കേതവും ബലവുമായി, നിന്റെ ദൈവമായി നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് കോവിഡിന്റെ നടുവിലും, ഏത് ICUവിന്റെ നടുവിലും, ഏത് വെന്റിലേറ്ററിലും നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് രക്ഷ തരുവാൻ ഈ ദൈവം സർവശക്തനാണ്. അവൻ നിന്റെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും.
ഹല്ലേലൂയ. പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയും. സ്തോത്രം. വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. സ്തോത്രം. അടുത്ത് പറയുകയാണ്, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഹല്ലേലൂയ. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കർത്താവ് ചിറകിൻ കീഴിൽ മറയ്ക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, നമുക്കറിയാം ഈ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നത് ആരാ? സ്തോത്രം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാട്ടും ഉണ്ടല്ലോ അല്ലെ? കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ. ഹല്ലേലൂയ. സ്തോത്രം. നല്ല പാട്ടാ. സമയമായതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പൊ ശ്രദ്ധിക്കണേ. സ്തോത്രം. കോഴി തന്റെ കുഞ്ഞിനെ അവൻ ചിറകിന്റെ കീഴിൽ മറയ്ക്കും. എപ്പോഴാണ് മറയ്ക്കുന്നത്? നമുക്കറിയാം. പ്രാപിടിയന്മാര്, കഴുകന്മാര്, പരുന്ത്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് ഈ കോഴിക്കുഞ്ഞിനെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകാനായി വരുന്ന സമയം തള്ളക്കോഴി ശബ്ദമുണ്ടാക്കും. കുഞ്ഞു കോഴികളെ തന്റെ ചിറകിന്റെ കീഴിൽ മറച്ചു പിടിക്കും. നമുക്കൊരു കാര്യം അറിയാം, ഈ തള്ളക്കോഴിയുടെ ചിറകിന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും ഈ ഭൂമിയിൽ ഒരിടത്തും ഒരു കഴുകനും ഒരു പരുന്തിനും റാഞ്ചി എടുക്കുവാൻ സാധിക്കുന്നതല്ല. സ്തോത്രം. ഈ ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെ നമ്മൾ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല, തള്ളക്കോഴിയുടെ ചിറകിൻ കീഴിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പരുന്തോ കഴുകനോ വന്ന് തള്ളയെ ഉപദ്രവിച്ച് അടിച്ച് പേടിപ്പിച്ച് ഒത്തി അതിന്റെ ഉള്ളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയ ചരിത്രം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തള്ളക്കോഴിയുടെ ചിറകിൽ ഇരിക്കുന്ന സകല കുഞ്ഞുങ്ങളും സുരക്ഷിതരാണ്. അതുകൊണ്ടായിരിക്കാം ബൈബിളിൽ ആ പ്രയോഗം എടുത്തിരിക്കുന്നത്. ഇവിടെ തള്ളക്കോഴിയെ, അല്ലെങ്കിൽ ആ തള്ളയാകുന്ന, സ്തോത്രം, കോഴിയോട് സർവശക്തനായ ദൈവത്തെ ഉപമിച്ചുകൊണ്ടാണ് ശരിക്കും സങ്കീർത്തനക്കാരൻ ഇവിടെ ഈ ഭാഗം ഓർപ്പിക്കുന്നത്. ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങൾ ചിറകിൻ കീഴിൽ മറയ്ക്കുമ്പോൾ ശത്രുവിന്റെ ശക്തികളിൽ നിന്ന് അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് പോലെ അത്യുന്നതനായ ദൈവം നമ്മെ പ്രൊട്ടക്ട് ചെയ്യും. സ്തോത്രം. ഒരു തള്ളയെ പോലെ. അതുകൊണ്ടായിരിക്കാം സ്തോത്രം, പണ്ട് സാധു കൊച്ചുകുഞ്ഞുപദേശം ഇങ്ങനെ പാട്ട് പാടിയപ്പോ ഇങ്ങനെ പാടിയിട്ടില്ലേ? തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ ഉള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. അതിൻ്റെ അകത്ത് തന്നെയുള്ള മറ്റൊരു എന്താ പറയാ, അതേ ട്യൂണിൽ തന്നെ താൻ എഴുതിയ മറ്റൊരു പാട്ടാണല്ലോ, അപ്പനും അമ്മയും വീടും ധാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ, പൈതൽ പ്രായം മുതൽ കിന്നേവർ എന്നെ പൂറ്റി പുലർത്തിയ ദൈവം മതി. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. അപ്പോൾ ഒരു തള്ള കോഴിയുടെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് പോലെ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലിരിക്കുന്ന ഒരുവനെ ദൈവം സംരക്ഷിക്കുമെന്നാണ് വിശുദ്ധ ബൈബിളും നമുക്ക് തരുന്ന വാഗ്ദത്തം. സ്തോത്രം. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്തോത്രം, ഒരു കോഴിക്കുഞ്ഞ് ആ തള്ളയുടെ ചിറകിൻ കീഴിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരനർത്ഥവും അതിന് പേടിക്കേണ്ട എന്നതുപോലെ തന്നെ സർവശക്തനും അത്യുന്നതനുമായ ഈ തള്ളയാകുന്ന നമ്മുടെ രക്ഷിതാവായ കർത്താവിന്റെ ചിറകിൻ കീഴിൽ പാടിയും പ്രാർത്ഥിച്ചും നീ ഇരിക്കാമെങ്കിൽ ഒരു ശക്തിയും നിന്നെ തൊടുകയില്ല. നമുക്കറിയാം. എന്നാൽ ചില കുഞ്ഞുങ്ങളെ, സ്തോത്രം, കോഴിക്കുഞ്ഞുങ്ങളെ ഈ പറയുന്ന എന്താ പറയാ, പരുന്തൊക്കെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആരെയാ? സ്തോത്രം, തള്ളയുടെ ചിറകിൽ നിന്ന് ദൂരെ നിൽക്കുന്നതിനെയാ. ശത്രു അടുത്ത് വരുമ്പോൾ തള്ളയുടെ ചിറകിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞിനെ റാഞ്ചാൻ, സ്തോത്രം, ഒരു പരുന്തിനും സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ബൈബിളിൽ ഒരു വചനമുണ്ട്, നിങ്ങൾ എന്നോട് അടുത്തു വാ, എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരാം. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആമൻ, കുഞ്ഞേ, എത്ര വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കട്ടെ, നീ പ്രാർത്ഥനയിലൂടെ നിനക്ക് വേണ്ടി കാൽവറിയുടെ കൊലക്കളത്തിൽ അവസാനത്തുള്ളിൽ ചോര വരെ ഊറ്റിത്തന്ന യേശു ക്രിസ്തുവിനോട് അടുത്തിരിക്കാമെങ്കിൽ, സ്തോത്രം, ഏത് ശത്രു നിനക്കെതിരെ വന്നാലും അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിയോടും. ഈ തള്ളയാകുന്ന രക്ഷിതാവിന്റെ കീഴിൽ നീ ഇരിക്കാമെങ്കിൽ അവൻ, സ്തോത്രം, നിനക്കെതിരെ വരുന്ന വെല്ലുവിളികളുടെ നടുവിൽ അവൻ നിനക്ക് മേശയൊരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. പിശാചായവൻ നിനക്കെതിരെ എന്തെല്ലാം തന്ത്രങ്ങൾ ഇട്ടാലും, സ്തോത്രം,
ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവമുണ്ടെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ആമൻ സാത്താന്യ പടക്കൂട്ടങ്ങൾ കാണുകയെ ആമൻ നിന്നെ വിരുന്നു തന്ന് ആമൻ നടത്തുന്ന ഒരു സ്വർഗത്തെയാണ് ഇന്ന് രാത്രി ഞാൻ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് സമയമായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജ് ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. എത്ര പേർക്ക് മനസ്സുണ്ട് ഈ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ? എത്ര പേർക്ക് ഹൃദയമുണ്ട് ഈ ദൈവത്തിന്റെ പാതവിടെ ഇരിക്കാൻ? ആമൻ എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും എന്തെല്ലാം പോരാട്ടങ്ങൾ വന്നാലും ഈ കർത്താവിനെ തന്നെ മുറുകെ പിടിക്കാൻ എത്ര പേർ ഇന്ന് രാത്രി സബ്മിറ്റ് ചെയ്യും? നീ ലജ്ജിക്കപ്പെട്ടു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കുകയില്ല. കുഞ്ഞേ, അത്യുന്നതനായവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. സർവശക്തനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഏത് വിധികളെയും തിരുത്തി കുറിക്കാൻ കഴിവുള്ളവനാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി ആ ദൈവം മുമ്പിലേക്ക് നമ്മെ സബ്മിറ്റ് ചെയ്യാം. സിമിയും റിബലഘടക ശക്തമായ ഒരു ദൈവവിളിയും പ്രാർത്ഥനയുടെ അഭിഷേകവും നിന്റെ മേൽ ഞാൻ കാണുകയാണ്. കർത്താവ് നിന്നെ ഉപയോഗിക്കും. സ്തോത്രം. അനേകരുടെ നടുവിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സുവിശേഷത്തിന് ശക്തമായി സാക്ഷ്യം പറയുവാനും ദൈവം നിന്നെ അതിശക്തമായി ഉപയോഗിക്കും. അത് ഞാൻ വ്യക്തമായി അറിയുകയാണ്. ഹൽക്കമ ഹർഷമനബലബ. കർത്താവെ സുമാരാജനായി സ്തോത്രം. റിബൽഖമാനം എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു, അപ്പോഴെല്ലാം ഈ അത്യുന്നതനായ ദൈവമായിരുന്നു നിനക്ക് സങ്കേതമായി കോട്ടയായി തുണയായിരുന്നത്. ആ ദൈവം ഇനിയും നിന്നെ നടത്തുവാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മുമ്പ് പറഞ്ഞ വാക്യം, ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും സ്തോത്രം അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിയോടും. ഒരു ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിൽ തന്നെ ഉച്ചിരിക്കുക എസ്തേർ. സ്തോത്രം. നിന്റെ പ്രാർത്ഥനകളെ ദൈവം അറിയുന്നു, നിന്റെ കണ്ണുനീര് ദൈവം കാണും. ശബൽ പ്രമാണം വൈഡപ്രമാണം ആമൻ. സ്തോത്രം. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ യഹോവയായ ദൈവം, സർവശക്തനായ യേശു കർത്താവ് നിന്നെ മറച്ചത് കൊണ്ടാണ് ഇന്ന് നീ ഭൂമിയിൽ ജീവനോട് ഇരിക്കുന്നത് തന്നെ. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തളരാതെ മുന്നോട്ട് പോകൂ. എന്റെ തലമുറകളെ ദൈവം ഓർക്കും. ഡാനി മോനെ സ്തോത്രം. ഡാനി മനോജ് ശബൽ ഖമാനം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് റിബല ഘടകം കർത്താവിന്റെ സന്നിധിയിൽ നീ ആമൻ ചേർന്നിരിക്കുമ്പോൾ നീ പോലും അറിയാതെ ഒരു കുട നിന്റെ മേൽ നിവർത്തി വെച്ചിരിക്കുന്നത് പോലെ, സ്തോത്രം, ഒരു കുട നിവർത്തി വെച്ചിരിക്കുന്നത് പോലെ ദൈവകൃപയുടെ സാമീപ്യം സ്തോത്രം നിന്റെ മേൽ നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. ശബല ഘടകനബലം. പല പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും സ്തോത്രം അവിടെയൊന്നും തളരാതിരുന്നത് നിന്റെ കഴിവല്ല, നിന്റെ യോഗ്യതയല്ല, ഈ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഹല്ലേലൂയ. ഇന്ന് വരെയും നാം ഉയിരോടിരിക്കുന്നത് ദൈവത്തിന്റെ അവൻ കാരുണ്യമാണ്. അഷ ബൗഡ റബൽഖമാന. അതുകൊണ്ട് തന്നെ നീ എല്ലാം നിന്റെ ഭാവിയെ കരുതുന്നത് ദൈവമാണ് നിന്നെ കരുതുന്നത്. ഇത് പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് പറയുന്ന ഒരു ആലോചനയാണ്. അതുകൊണ്ട് ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും ഈ കർത്താവിനോട് നീ അടുത്തിരിക്കുക. നിന്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റുക തന്നെ ചെയ്യും. ശബൽ ഖമാന മോബിൻ ശക്തമായ ഒരു മിനിസ്ട്രി വിളി എന്റെ മേൽ ഞാൻ കാണുകയാണ്. സ്തോത്രം. ഈ സുവിശേഷത്തിന്റെ സത്യങ്ങൾ ആയിരങ്ങളോട് അറിയിക്കുവാൻ അതിശക്തമായി നീ യൂസ് ചെയ്യപ്പെടും. റിബൽ ഖമാനം വൈശപ്രമാണം യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരനെ ഞാൻ അനുഗ്രഹിക്കുന്നു. നീ വചനങ്ങൾ വരുന്ന ആളുകളിൽ പറയുമ്പോൾ പലരുടെ അകക്കണ്ണുകൾ ദൈവം തുറക്കാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിലും ദൈവം ക്രിയ ചെയ്യും. ഈ യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയതുപോലെ നിന്റെ സ്ഥിതിഗതികൾക്കും മാറ്റം വരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. അനുരാധാജി ശബൽ ഖമാനം വൈഡപ്രമാണം. ദൈവമേ, ഇതുവരെയും ആ സഹോദരിയെ ദൈവം നടത്തിയതിന് സ്തോത്രം. പലവിധ പ്രതിസന്ധികൾ, പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം നല്ല തുണയായി പ്രിയദാസിയെ നടത്തിയതിന് സ്തോത്രം. മീനിന്റെ വായിൽ കിടന്ന ചതുർദ്രമ പണം ആമൻ സ്തോത്രം കർത്താവെ അങ്ങേക്കും ശിഷ്യർക്കും വേണ്ടി ആമൻ അവിടുന്ന് കരുതി വെച്ചതുപോലെ, കരം കൊടുക്കാൻ കരുതിയതുപോലെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ ദൈവത്തിനറിയാം. സ്തോത്രം. നിന്റെ നാളേക്കുള്ളതും ദൈവം കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നീ ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ശബൽ പ്രമാണബലം. സ്തോത്രം. ഓരോ നാളുകളും ദൈവം നിന്നെ പോറ്റി പുലർത്തും. ഏലിയാവിനെ കാക്കയെ അയച്ചു പോഷിപ്പിച്ചതുപോലെ കർത്താവ് നിന്നെ പുലർത്തിക്കൊള്ളും. നീ ധൈര്യമായിട്ടിരിക്കുവാൻ പരിശുദ്ധാത്മ വിളിച്ചു പറയാ. റിബലഘടകം അലക്സാണ്ടർ തോമസ്. ശബലഘടകം. ഒരു നല്ല വിളക്ക് കത്തി നിൽക്കുന്നു, അതിനെ കെടുത്തുവാൻ കാറ്റുകൾ അടിക്കുന്ന ആ വെളിപ്പാട് നിങ്ങളെ നോക്കുമ്പോൾ കർത്താവിനെ ഓർപ്പിക്കുകയാ, കാണിക്കുകയാ. സ്തോത്രം. ധാരാളം കാറ്റുകൾ നിന്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ സർവശക്തന്റെ നിഴലിൽ ഇരിക്കുന്ന ഒരു വിളക്കിനെയും കെടുത്തിക്കളയാൻ ഒരു കാറ്റിനും ശക്തിയില്ല കേട്ടോ. വിളിച്ച ദൈവം നിങ്ങളെ മറുകരയിൽ എത്തിക്കും. സ്തോത്രം. ഇത് ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്ന ഒരു ആലോചന കൂടിയാണ്. സ്തോത്രം. എന്തെല്ലാം വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. എനിക്ക് വ്യക്തമായി കാണാം ആ അപ്പോസ്തലന്മാര്, പ്രത്യേകിച്ച് ശിഷ്യന്മാര് മറുകരയിലേക്ക് പോകുമ്പോ ആമൻ കൊടിയ കാറ്റുകൾ അടിച്ചവരെ മുക്കുവാൻ നോക്കി. പക്ഷേ സ്തോത്രം ആമേൻ കർത്താവ് അവരെ കൈപിടിച്ച് അക്കരെ എത്തിച്ചു. അതുപോലെ വലിയ ഇളക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആമൻ ദൈവാത്മാവിനെ എടുത്തു കാണിക്കുക. പക്ഷെ കർത്താവ് നിങ്ങളെ മറുകരയിൽ എത്തിക്കുക തന്നെ ചെയ്യും. റിമനഘടക ലെനു, ശക്തമായ ഒരു അഭിഷേകം നിന്റെ മേൽ എനിക്ക് കാണാം. പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവ സാന്നിധ്യവും നിന്റെ മേലുണ്ട്. കർത്താവ് വെളിപ്പാടുകളാൽ ദർശനങ്ങളാൽ നിന്നെ നിറയ്ക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നിനക്ക്
ആമൻ വെളിപ്പെടുത്തി തരും. സ്തോത്രം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ദൈവശബ്ദം കേൾക്കും. സ്തോത്രം. ഈ ദിവസങ്ങളിലും ആമൻ നന്നായി നിന്നെ ഞെരുക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിലും ദൈവം അതിന്റെ നടുവിൽ ഇറങ്ങി നിന്നെ ഉയർത്തും. ശബ ലഖ ധന റബൽ ഖമാന. പ്രതിസന്ധിയുടെ നടുവിൽ നീ ഞെരുങ്ങിയിരിക്കുന്നത് പോലെ ഞാനൊരു കാഴ്ച കാണുകയാണ്. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം നിന്നെ കൈപിടിച്ച് ആ വിഷയങ്ങളുടെ നടുവിൽ ഉയർത്തും. ഇത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ഒരു ആലോചനയാ. ശബൽ ഖമാനം വൈഡ പ്രഭാനബലം ഹസ്തഘടകനബലം അധുരഘടകനബലം മാന്തൽഗമന ഘടകം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരെല്ലാവരെയും ദൈവം ആഴമായി സ്നേഹിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇവരോടെല്ലാം അങ്ങേക്ക് പ്രിയമുള്ളതിനെ ഞാൻ നന്ദി പറയുകയാണ്. ശമാന ഹസ്തഘടകനബലബ വൈഡ പ്രഭനബലം മരുഭൂമിയിൽ. സ്തോത്രം. ആമേൻ. സ്തോത്രം. വ്യക്തമായി നമുക്കറിയാം, ഇസ്മായേലും ഹാഗാറും മരുഭൂമിയിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി ഉറവ തുറന്നു കൊടുത്തു. നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്തോളും. നീ പ്രാർത്ഥനയിൽ മുട്ടുകുത്തു. നിനക്ക് വേണ്ടി ഉറവകൾ തുറന്നു വരും. സ്തോത്രം. കർത്താവ് അത് ചെയ്യും. റിബൽ ഖമാനം യേശുവിന്റെ നാമത്തിൽ ഞാൻ ജിബിൻ യേശുദാസ് വർഗീസ് ഷബൽ ഖമാനബലം ശക്തമായ ഒരു ദൈവ നിയോഗം നിന്നിൽ ഞാൻ കാണുന്നു. ശബല ഘടകം. നീ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമാ. റബൽ ഖമാന ജിബിൻ യേശുദാസ് റിബല ഘടകം. നിങ്ങളുടെ പേര് വിളിക്കുന്ന സമയം സ്തോത്രം പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ കാണിച്ചൊരു കാഴ്ച. സ്തോത്രം. ഈ കിണറുകളിൽ ചെറിയ ബക്കറ്റുകൾ ഇറക്കി സ്തോത്രം നമ്മൾ വെള്ളം കോരി വലിയ പാത്രങ്ങളിൽ നിറയ്ക്കാറുണ്ട്. അപ്പോ കിണറിൽ ഇറങ്ങുന്നത് വലിയ പാത്രമല്ല, ചെറിയ ബക്കറ്റായി ഇറങ്ങുന്നത്. പക്ഷേ ആ ചെറിയ ബക്കറ്റ് പല പ്രാവശ്യം ഇറങ്ങുന്ന സമയമാ വലിയ പാത്രങ്ങൾ നിറഞ്ഞു വരുന്നത്. സ്തോത്രം. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെറിയവരെന്ന് തോന്നാം. പക്ഷെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അനേകരെ അനുഗ്രഹിക്കേണ്ടതിന് ശബൽ ഖമാനം. അങ്ങനെ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഇന്ന് നിന്റെ ഞെരുക്കങ്ങൾ ദൈവം അറിയുകയാ. പക്ഷേ നീ മൂലം അനേകർ അനുഗ്രഹിക്കപ്പെടും അളവിൽ കർത്താവിന്റെ ഇടപെടലുകൾ നിനക്കായി വെളിപ്പെട്ടു വരും. ഏലിയാവിനെ സത്യം പറഞ്ഞാൽ കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഏലിയാവ് സരാഫാത്തിലെ വിധവയുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞിട്ട് ആമൻ മരിക്കാനിരുന്ന വിധവയോട് എനിക്കൊരു അടയുണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. അവൾ അത് ചെയ്യാൻ തയ്യാറായപ്പോൾ അവളുടെ കലത്തിലെ മാവ് കുറയാതെ ഭരണിയിലെ എണ്ണ തീരാതെ സ്തോത്ര ക്ഷാമകാലം തീരുവോളം ഏലിയാവിലൂടെ യഹോവയാകുന്ന ദൈവം, സർവശക്തനായ ദൈവം സ്തോത്രം വിധവയെ പോഷിപ്പിച്ചു. നമുക്ക് ആ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. വിധവയെ കൊണ്ട് ഏലിയാവിനെ കൊണ്ട് വിധവയെയും പോഷിപ്പിച്ചതുപോലെ സ്തോത്രം നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും അളവിൽ ഒരു ദൈവവിളിയും നിന്റെ മേൽ ഞാൻ കാണുകയാണ്. പിതാവേ, ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രിയ ജോണി പാസ്റ്ററിനായി സ്തോത്രം. തന്റെ ശുശ്രൂഷകളെ ആദരിക്കണം. ഷാർജയിലെ ദൈവസഭയ്ക്കായി സ്തോത്രം. അവൻ ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വരവിനായി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണം. അപ്പ ഈ വചനം കേട്ട ആരും കർത്താവെ അങ്ങയുടെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകരുത്. പ്രത്യാശയോടെ ആമേൻ. കർത്താവെ, ഞങ്ങൾക്ക് ഈ നാളുകളിൽ അങ്ങയോട് അടുത്തിരിക്കാൻ കൃപ നൽകണം. സർവശക്തനും അത്യുന്നതനുമായ അങ്ങ് ഞങ്ങളുടെ ദൈവമെന്ന് ഓരോ മിനിറ്റിലും പ്രൊക്ലൈം ചെയ്തുകൊണ്ട് മരണത്തോളം അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തും. കർത്താവ് അങ്ങനെ ചെയ്യും. എല്ലാ മഹത്വവും ദൈവത്തിന് തരുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജോളിമണി അമ്മച്ചി അടക്കം ഒത്തിരി പേര് സ്തോത്രം ആമേൻ ഈ ശുശ്രൂഷകളിൽ കൂടി വന്നിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർണാടകയിൽ നിന്ന് എസ്തേർ, ആമേ സിസ്റ്റർ പൂമണി ആൻഡ് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഇന്ന് ഈ മീറ്റിംഗിൽ കൂടി വന്ന എല്ലാവർക്കും, കിങ്സ്ലി പാസ്റ്റർ എല്ലാവരെയും ഞാൻ കാണുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.